ട്രേഡേഴ്സ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 8 ടോപ്പിക്സിനെ പറ്റിയാണ് കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരു വീഡിയോ ഫുള്ളും കാണുക. കാരണം അത്ര അധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ട്രേഡിംഗ് കരിയർ തന്നെ ചേഞ്ച് ആക്കാൻ സാധ്യതയുള്ള ഒരു സെഷൻ ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പ് തരാനായിട്ട് സാധിക്കും. കൃത്യമായിട്ട് അത്ര അധികം വാല്യൂ തരുന്ന ഒരു സെഷനായിരിക്കും ഈ ഒരു സെഷൻ. കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ടിൽ എഴുതി തന്നെ പോവുക. നോട്ട് എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ആയിട്ട് പ്രസൻറ്റേഷൻ നോക്കി എഴുതുന്നതിനുപരി എന്താണോ നിങ്ങൾക്ക് മനസ്സിലായ കാര്യം അത് മലയാളത്തിലാണെങ്കിൽ അങ്ങനെ തന്നെ എഴുതി പോകാം. കാരണം നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോട്ട് എഴുതുന്നത്. കൃത്യമായിട്ട് നോട്ടിൽ എഴുതി തന്നെ മുന്നോട്ട് പോവുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിനെ പറ്റിയാണ് നമ്മളിവിടെ കവറപ്പ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ട്രേഡിംഗ് കരിയർ തന്നെ ചേഞ്ച് ആക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ നിങ്ങളൊരു സക്സസ്ഫുൾ പ്രോഫിറ്റബിൾ ട്രേഡർ ആകാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളെ മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു സെഷൻ കൂടിയാണിത്. അപ്പോൾ കൃത്യമായിട്ട് നോട്ടിലെ എല്ലാ കാര്യങ്ങളും എഴുതി തന്നെ മുന്നോട്ട് പോകുക. നമുക്ക് നേരെ ഈ ഒരു സെഷനിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ കറൻ്റ്ലി ഉള്ള ഒരു സിറ്റുവേഷൻ, പല സ്ട്രാറ്റജി നിങ്ങൾ വർക്കൗട്ട് ചെയ്തു. SMC, ICT നിങ്ങൾ യൂട്യൂബിൽ കാണുന്നതോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതോ പല സ്ട്രാറ്റജീസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്തു. പല ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കി. സ്റ്റിൽ നിങ്ങൾക്കൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകാനായിട്ട് കഴിയുന്നില്ല. 1-2 ദിവസം പ്രോഫിറ്റ് കിട്ടുന്നു, ആ പ്രോഫിറ്റ് എല്ലാം അടുത്ത ദിവസം കൊണ്ട് നഷ്ടപ്പെടുത്തി കളയുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷനിൽ ഒരു സൈക്കിളിലൂടെ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരു സെഷൻ ഫുള്ളായിട്ട് പതിയെ അറ്റൻഡ് ചെയ്ത് പോവുക. പേഷ്യൻസോടുകൂടി കൃത്യമായിട്ട് നോട്ട് എഴുതി മുന്നോട്ട് പോവുക. അപ്പോൾ ആ ഒരു പേഷ്യൻസ് ഇല്ല എങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ട്രേഡിങ്ങിനകത്തും പ്രോഫിറ്റബിൾ ആകാനായിട്ട് കഴിയില്ല എന്നതാണ് അതിനർത്ഥം. പേഷ്യൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് ട്രേഡിങ്ങിനകത്തേക്ക് വരുമ്പോൾ. സോ അതുകൊണ്ട് പതിയെ ഈ ഒരു സെഷൻ മുഴുവനായിട്ട് അറ്റൻഡ് ചെയ്ത് കൃത്യമായിട്ട് നോട്ട് എഴുതിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്ന, ഇപ്പോൾ ലോസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് ഇഷ്യൂസിനുള്ള സൊല്യൂഷൻ ആയിരിക്കും ഈ ഒരു സെഷൻ എന്ന് എനിക്ക് ഉറപ്പ് തരാനായിട്ട് സാധിക്കും. അപ്പോൾ നേരെ നമുക്ക് ഈ ഒരു സെഷനിലേക്ക് കിടക്കാം. 10 സ്റ്റെപ്പുകളാണ് ഇതിൽ വരുന്നത്. അതിൽ 8 സ്റ്റെപ്പുകളെ പറ്റിയിട്ടായിരിക്കും നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. കാരണം ഈ ഒരു 8 സ്റ്റെപ്പിൽ തന്നെ നിങ്ങളെ ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് കൃത്യമായിട്ടുള്ള ഒരു മാർക്കറ്റ് തിരഞ്ഞെടുക്കുക എന്നതാണ്. അപ്പോൾ നമുക്കറിയാം പല ടൈപ്പ് ഓഫ് ഫൈനാൻഷ്യൽ മാർക്കറ്റ് ഉണ്ട്. ഫോറക്സ് മാർക്കറ്റ് ഉണ്ട്, സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ട്, ഇനി കമ്മോഡിറ്റി മാർക്കറ്റ് ഉണ്ട്, ക്രിപ്റ്റോ കറൻസി മാർക്കറ്റ് ഉണ്ട്, ഡെറിവേറ്റീവ് ആയിട്ടുള്ള ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഫൈനാൻഷ്യൽ മാർക്കറ്റ് ഉണ്ട്. നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് ഒരുപാട് ഇൻസ്ട്രുമെൻസും ഉണ്ട്. അപ്പോൾ ആദ്യം ഒരു ബിഗിനർ ട്രേഡർ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഫൈനാൻഷ്യൽ മാർക്കറ്റിലും പോയി ട്രേഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യും, ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യും, കമ്മോഡിറ്റി ട്രേഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ പല ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവയ്ക്കെല്ലാം അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വോളറ്റാലിറ്റി ഡിഫറെൻ്റ് ആണ്, ഫോറക്സിന് ഡിഫറെൻ്റ് ആണ്, സ്റ്റോക്കിന് ഡിഫറെൻ്റ് ആണ്, ക്രിപ്റ്റോയ്ക്ക് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യുന്ന ഒരാൾ, അതായത് സ്റ്റോക്കിൽ ട്രേഡ് ചെയ്ത് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം ക്രിപ്റ്റോ കറൻസിയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു വോളറ്റാലിറ്റി ചിലപ്പോൾ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയണമെന്നില്ല. കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും അവർക്ക് ക്രിപ്റ്റോ കറൻസിയിൽ പ്രോഫിറ്റബിൾ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു മാർക്കറ്റിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാതെ പല ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ പോയി ട്രേഡ് ചെയ്യുന്നത് കൊണ്ടാണ് പലർക്കും ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകാനായിട്ട് സാധിക്കാത്തത്. കൂടുതലും ബിഗിനർ ട്രേഡേഴ്സാണ് ഈ കാര്യം ചെയ്യുന്നത്. കാരണം ഓൾറെഡി കുറച്ച് നാൾ ട്രേഡ് ചെയ്ത് വർക്കൗട്ട് ചെയ്ത ആൾക്കാർക്ക് ഇത് അറിയാം. അതായത് എല്ലാ ഫൈനാൻഷ്യൽ മാർക്കറ്റിലും പോയി നമ്മൾ ട്രേഡ് ചെയ്യേണ്ട യാതൊരു ആവശ്യവും വരുന്നില്ല. ഏതെങ്കിലും ഒരു ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്കൗട്ട് ചെയ്താൽ തന്നെ നമുക്കൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകാൻ സാധിക്കും എന്ന് ഓൾറെഡി ഒരു 2-3 അല്ലെങ്കിൽ ഒരു 6 മാസം ട്രേഡ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അറിയാമായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഫൈനാൻഷ്യൽ മാർക്കറ്റ് അല്ലാതെ തോന്നിയതുപോലെ എല്ലാ ഫൈനാൻഷ്യൽ മാർക്കറ്റിലും പോയി നമ്മൾ ട്രേഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് പ്രോഫിറ്റബിൾ ആകാൻ കഴിയില്ല എന്ന് മാത്രമല്ല, കാരണം നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. എല്ലാ ഫൈനാൻഷ്യൽ മാർക്കറ്റിലും പോയിട്ട് അങ്ങനെ മാറിയും തിരിഞ്ഞും ട്രേഡ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി നമുക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. കാരണം ഒരുപാട് ഇപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ 10,000-ഓളം സ്റ്റോക്ക് ഉണ്ട്. അതേസമയം ഫോറക്സിലാണെങ്കിൽ ഒരുപാട് പേയേഴ്സ് ഉണ്ട്. കമ്മോഡിറ്റി നോക്കുകയാണെങ്കിൽ ഒരുപാട് ടൈപ്പ് ഓഫ് കമ്മോഡിറ്റീസ് ഉണ്ട്. ഇനി ക്രിപ്റ്റോ കറൻസി നോക്കുകയാണെങ്കിൽ അതും ആയിരക്കണക്കിനുണ്ട്. അപ്പോൾ ഇതിലെല്ലാം പോയി നമ്മൾ ട്രേഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ എത്തില്ല, ഇവിടെ എത്തില്ല എന്നൊരു സിറ്റുവേഷനിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രോഫിറ്റബിൾ ട്രേഡറിൽ നിന്ന് ആദ്യത്തെ നമ്മൾ പിന്നോട്ട് വലിക്കുന്നതിന് കാരണം പല മാർക്കറ്റിലും നമ്മൾ പോയി ട്രേഡ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ അത് കംപ്ലീറ്റ്ലി നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഏതെങ്കിലും ഒരൊറ്റ ഫൈനാൻഷ്യൽ മാർക്കറ്റ് മതി നിങ്ങൾക്ക് ലക്ഷങ്ങളോ കോടികളോ ഉണ്ടാക്കാൻ. ഈ പോയിന്റ് കൃത്യമായിട്ട് നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഏതെങ്കിലും ഒരൊറ്റ ഫൈനാൻഷ്യൽ മാർക്കറ്റ് മാത്രം മതിയാകും
നിങ്ങൾക്ക് ലക്ഷങ്ങളോ അല്ലെങ്കിൽ കോടികളോ ഉണ്ടാക്കാൻ. അല്ലാതെ എല്ലാ ഫൈനാൻഷ്യൽ മാർക്കറ്റിലും ട്രേഡ് ചെയ്താലേ നിങ്ങൾക്ക് ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കാൻ സാധിക്കൂ എന്ന് ഒരിക്കലും നമുക്ക് പറയാനായിട്ട് കഴിയില്ല. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഏതെങ്കിലും ഒരു ഫൈനാൻഷ്യൽ മാർക്കറ്റ് മാത്രം ചൂസ് ചെയ്യുക. അപ്പോൾ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ പേഴ്സണലി ട്രേഡ് ചെയ്യുന്നത് ഫോറക്സ് മാർക്കറ്റിലാണ്. ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലും ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിലുമാണ്. അപ്പോൾ ഈ രീതിയിലാണ് എൻ്റെ ട്രേഡിംഗ് സ്റ്റൈൽ വരുന്നത്. ഞാൻ കംപ്ലീറ്റ്ലി ട്രേഡ് ചെയ്യുന്നത് ഇൻട്രാഡേ ട്രേഡിംഗ് ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്നത് ഫോറക്സ് മാർക്കറ്റിലും, അതേസമയം ഇൻവെസ്റ്റ്മെൻറ്റ് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്നത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലും ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിലുമാണ്. അപ്പോൾ ഈ രീതിയിലാണ് എൻ്റെ ഒരു മെത്തേഡ് വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതായത് ഞാൻ ട്രേഡ് ചെയ്യുന്ന ഒരൊറ്റ ഫൈനാൻഷ്യൽ മാർക്കറ്റിലാണ്, അത് ഫോറക്സ് ആണ്. വേറൊരു ഫൈനാൻഷ്യൽ മാർക്കറ്റിലും പോയി ഞാൻ ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യുന്നില്ല. ഒന്നിൽ മാത്രം, ഫോറക്സിൽ മാത്രം. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് അത് ലോങ് ടൈമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു വർഷത്തിൽ കൂടുതൽ നിങ്ങൾ ഒരു ഷെയർ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ, ഒരു ഇൻസ്ട്രുമെൻറ്റ് ഹോൾഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കണക്കാക്കുന്നതാണ്. സോ ഞാൻ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം ചെയ്യുന്നത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലും ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിലുമാണ്. ട്രേഡിങ്ങിൽ ഞാൻ ഒറ്റ ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതായത് കൃത്യമായിട്ട് ഒരു ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇത് കൃത്യമായിട്ട് എഴുതി പോവുക. പലർക്കും പറ്റുന്ന മിസ്റ്റേക്കാണ് എല്ലാ ഫൈനാൻഷ്യൽ മാർക്കറ്റിലും പോയി ട്രേഡ് ചെയ്യാൻ നിൽക്കും, എല്ലായിടത്തും നഷ്ടം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് ഏതെങ്കിലും ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. നെക്സ്റ്റ് വൺ, ട്രേഡിംഗ് സ്റ്റൈൽ. നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ട്രേഡിംഗ് സ്റ്റൈൽ ചൂസ് ചെയ്യണം. അതായത് പല രീതിയിലുള്ള ട്രേഡിംഗ് സ്റ്റൈൽ ഉണ്ട്. സ്കാൽപ്പിംഗ് ഉണ്ട്, ഇൻട്രാഡേ ട്രേഡിംഗ് ഉണ്ട്, അതുപോലെ തന്നെ സ്വിംഗ് ട്രേഡിംഗ് ഉണ്ട്. അപ്പോൾ എന്താണ് ഇവയുടെയൊക്കെ ആ ഒരു വ്യത്യാസം? സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് തന്നെ നിമിഷ നേരം കൊണ്ട് തന്നെ നമ്മളൊരു ട്രേഡിൽ എൻട്രി എടുക്കുന്നു, നിമിഷ നേരം കൊണ്ട് തന്നെ ട്രേഡിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ആകുന്നു. ഇതാണ് സ്കാൽപ്പിങ്ങിൽ വരുന്നത്. നിമിഷ നേരം കൊണ്ട് തന്നെ നമ്മൾ ട്രേഡിൽ എൻട്രി എടുക്കുന്നു, നിമിഷ നേരം കൊണ്ട് തന്നെ ആ ഒരു ട്രേഡിൽ നിന്ന് കംപ്ലീറ്റ്ലി നമ്മൾ എക്സിറ്റ് ആകുന്നു. ഇതാണ് സ്കാൽപ്പിങ്ങിൽ വരുന്നത്. ഹൈലി റിസ്കി ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് സ്റ്റൈലാണ് സ്കാൽപ്പിംഗ്. ഹൈലി റിസ്കി ആയിട്ടുള്ള ട്രേഡിംഗ് സ്റ്റൈലാണ് സ്കാൽപ്പിംഗ്. ഇനി എന്താണ് ഇൻട്രാഡേ ട്രേഡിംഗ്? ഇന്നത്തെ ദിവസം ഞാനൊരു ട്രേഡ് എടുക്കുന്നു, ഇന്നത്തെ ദിവസം തന്നെ ആ ഒരു ട്രേഡ് ഞാൻ എക്സിറ്റായി മാറുകയാണെന്നുണ്ടെങ്കിൽ, അതായത് രാവിലെ ഒരു 10 മണിക്ക് ഞാനൊരു ട്രേഡ് എടുത്തു, അതിനുശേഷം ഒരു 1-2 മണി ആ ഒരു സമയത്തൊക്കെ ഞാൻ എക്സിറ്റായി മാറുകയാണെന്നുണ്ടെങ്കിൽ അത് ഇൻട്രാഡേ ട്രേഡിംഗ് ആയിട്ടാണ് കണക്കാക്കുന്നത്. മറ്റൊരു ട്രേഡിംഗ് സ്റ്റൈൽ ഉണ്ട്, സ്വിംഗ് ട്രേഡിംഗ്. എന്താണ് സ്വിംഗ് ട്രേഡിംഗ്? ഇന്ന് ഞാനൊരു ട്രേഡ് എടുക്കുന്നു, ഓവർനൈറ്റ് ഞാൻ ഹോൾഡ് ചെയ്ത് അടുത്ത ആഴ്ചയോ അല്ലെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞിട്ടോ ആണ് ഞാൻ വിറ്റ് പ്രോഫിറ്റ് എടുക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് സ്വിംഗ് ട്രേഡിംഗ് ആയിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ 3 ട്രേഡിംഗ് മെത്തേഡ്സ് ആണ്, ട്രേഡിംഗ് സ്റ്റൈലാണ് പ്രധാനമായിട്ടും വരുന്നത്. ഒന്ന് സ്കാൽപ്പിംഗ്, രണ്ടാമത്തത് ഇൻട്രാഡേ ട്രേഡിംഗ്, മൂന്നാമത്തത് സ്വിംഗ് ട്രേഡിംഗ്. അപ്പോൾ ഇതിൽ ഒരു ട്രേഡിംഗ് സ്റ്റൈൽ ചൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരെ കൊണ്ടും സ്കാൽപ്പിംഗ് ചെയ്യാനായിട്ട് കഴിയില്ല, എല്ലാവരെ കൊണ്ടും ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം ഒരു ട്രേഡിംഗ് സ്റ്റൈൽ, നമ്മൾ ആരാണ് എന്ന് മനസ്സിലാക്കി കൊണ്ട് വേണം നമ്മളൊരു ട്രേഡിംഗ് സ്റ്റൈൽ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ആര് സ്കാൽപ്പിംഗ് ചൂസ് ചെയ്യണം, ആര് ഇൻട്രാഡേ ട്രേഡിംഗ് ചൂസ് ചെയ്യണം, ആര് സ്വിംഗ് ട്രേഡിംഗ് ചൂസ് ചെയ്യണമെന്ന് വളരെ സിമ്പിളായിട്ട് തന്നെ ഞാൻ ഇവിടെ ഒന്ന് പറഞ്ഞുതരാം. നിങ്ങൾ സ്കാൽപ്പിങ്ങിനാണ് ഉദ്ദേശിക്കുന്നത്, അതായത് നിമിഷ നേരം കൊണ്ട് തന്നെ എൻട്രി എടുക്കുന്നു, എക്സിറ്റ് ആകുന്നു. ഈ മെത്തേഡാണ് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം. അങ്ങനൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, സ്കാൽപ്പിങ്ങിൽ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ 3 ആഴ്ച കൊണ്ടോ നടക്കുന്ന കാര്യമല്ല. 6 മാസമോ 1 വർഷത്തോളം നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്താൽ മാത്രമേ, അത്രയധികം എഫേർട്ടും അത്രയധികം കമ്മിറ്റ്മെൻറ്റോടു കൂടി ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നു, മാർക്കറ്റിൽ വർക്കൗട്ട് ചെയ്തു, ലൈവ് മാർക്കറ്റിൽ എക്സിക്യൂട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് മാത്രമേ നമുക്കൊരു പ്രൊഫഷണൽ സ്കാൽപ്പർ എന്ന ലെവലിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലാണ്ട് തോന്നുന്ന സമയത്ത് നമുക്ക് ചാർട്ട് നോക്കി ബൈ ആൻഡ് സെൽ പ്ലേസ് ചെയ്ത് ലാഭം ഉണ്ടാക്കുന്ന രീതിയേ അല്ല സ്കാൽപ്പിങ്ങിനകത്ത് വരുന്നത്. നിമിഷ നേരം കൊണ്ട് എൻട്രി എടുക്കുന്നു, എക്സിറ്റ് ആകുന്നു. ഫാസ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ആണ്. ഫാസ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡിസിഷൻ എടുക്കാനായിട്ടുള്ള ആ ഒരു മോശം ഡിസിഷൻ എടുക്കാൻ സാധ്യത കൂടുതലാണ്. കാരണം പെട്ടെന്ന് തന്നെ ഒരു ഡിസിഷൻ നമ്മൾ എടുക്കുകയാണ് അവിടെ, എൻട്രി ആയാലും എക്സിറ്റ് ആയാലും. അതുകൊണ്ട് തന്നെ മോശമായിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിലേക്ക് പോകാനും അവസാനം അത് ഇമോഷണൽ ട്രേഡിങ്ങിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാനുമായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഈ ഒരു സ്കാൽപ്പിംഗ് ചൂസ് ചെയ്യുന്ന ഒരാൾ എന്നുണ്ടെങ്കിൽ ഒരു 6 മാസം മുതൽ 1 വർഷം വരെ അത്രയധികം എഫേർട്ട് ഇടാൻ നിങ്ങൾ റെഡിയാണ്.
അത്ര അധികം കമ്മിറ്റ്മെൻറ്റോട് കൂടി ബാക്ക് ടെസ്റ്റ് ചെയ്യാനും ലൈവ് മാർക്കറ്റിൽ കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്യാനും തയ്യാറായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ സ്കാൽപ്പിംഗ് ഓക്കെ ആകത്തുള്ളൂ. ഇതാണ് റിയാലിറ്റി. ഇനി ഇൻട്രാഡേ ട്രേഡിങ്ങിലേക്ക് വരുമ്പോഴോ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇൻട്രാഡേ ട്രേഡിംഗ് സ്യൂട്ടബിൾ ആകത്തില്ല. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ വർക്ക് ചെയ്യുന്നു, അതിനുശേഷം ഫോറക്സ് മാർക്കറ്റ് 24 hours ഉണ്ട്. പക്ഷേ അതിനുശേഷം വന്നിരുന്ന ഇൻട്രാഡേ ട്രേഡ് ചെയ്ത് എനിക്ക് അങ്ങ് ലാഭം ഉണ്ടാക്കാം, അങ്ങനെ കരുതിയാൽ അത് തെറ്റായ ഒരു ചിന്താഗതിയാണ്. വേറെ ഒന്നുമല്ല, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇത്രയ്ക്ക് നിങ്ങൾ സ്ട്രെസ് അനുഭവിച്ച് പണിയും എടുത്തിട്ട് വൈകുന്നേരം 7 മണിക്ക് വന്ന് വീണ്ടും ഇരുന്ന് ട്രേഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമായിട്ടുള്ള പണിയല്ല. അതുകൂടാതെ അങ്ങനെ നിങ്ങൾ വന്നിരുന്ന് ട്രേഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കൊരു ഫാമിലി ലൈഫോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഫാമിലി ലൈഫും ബാക്കി കാര്യങ്ങളെല്ലാം കളയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. രാവിലെ മുഴുവനും പണിയെടുക്കുന്നു, വീണ്ടും വൈകുന്നേരം വന്നിരുന്ന് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യുന്നു. അപ്പോൾ അത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനെ ബാധിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ അത് അത്ര അധികം ഓക്കെ ആയിട്ടുള്ള കാര്യമല്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും അതുപോലെ തന്നെ നിങ്ങളുടെ ഹെൽത്തിനും ആരോഗ്യത്തിനും അത് നല്ലതല്ല. സോ നിങ്ങൾ ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇൻട്രാഡേ ട്രേഡിങ്ങോ അല്ലെങ്കിൽ സ്കാൽപ്പിങ്ങോ ചൂസ് ചെയ്യാനായിട്ട് പാടില്ല. അതേസമയം ഇൻട്രാഡേ ട്രേഡിംഗ് ആരാണ് ചൂസ് ചെയ്യേണ്ടത്? നിങ്ങൾക്കൊരു ഫുൾ ടൈം ട്രേഡർ ആകണമെന്നാണ് ആഗ്രഹം, പ്രൊഫഷണൽ ട്രേഡർ ആകണമെന്ന് അത്ര അധികം പാഷനേറ്റ് ആണ്. പൈസയല്ല അവിടെ, അത്ര അധികം പാഷനേറ്റ് ആണ് മാർക്കറ്റ് അനലൈസ് ചെയ്യാനും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഇതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാനും ഇതിനൊക്കെ അത്രത്തോളം എഫേർട്ട് ഇടാൻ നിങ്ങൾ റെഡിയാണ്. അത്ര അധികം പാഷനേറ്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇൻട്രാഡേ ട്രേഡിംഗ് ചൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അല്ലാതെ ജോലിയോടൊപ്പം തന്നെ ഡേ ട്രേഡ് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സമയം മൊബൈലിൽ ക്ലിക്ക് ചെയ്ത് ലാഭം ഉണ്ടാക്കി പോകാവുന്ന ഒരു സെറ്റപ്പേ അല്ല ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. പ്രൊഫഷണലി ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ആകുന്നത് പോലെ പ്രൊഫഷണലി നമ്മൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ് ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അല്ലാതെ ജോലിയുടെ ഇടയ്ക്ക് ജസ്റ്റ് മൊബൈലും ബൈയും സെല്ലും ക്ലിക്ക് ചെയ്ത് ലാഭം ഉണ്ടാക്കുന്ന സെറ്റപ്പേ അല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇനി ജോലി ചെയ്യുന്നവർ എന്ത് ചെയ്യും അങ്ങനെയാണെങ്കിൽ എന്നൊരു ചോദ്യം വരും. വേറെ ഒന്നുമല്ല, അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് സ്വിംഗ് ട്രേഡിംഗ്. അതായത് ഇതൊരു പാസീവ് ഇൻകം ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാനായിട്ട് കഴിയും. കാരണം ചെറിയൊരു എഫേർട്ടും വളരെ ചുരുങ്ങിയ സമയവും മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഇതിൽ അനലൈസ് ചെയ്യാനായിട്ട് കൊടുക്കുന്നുള്ളൂ. സ്കാൽപ്പിങ്ങും ഇൻട്രാഡേ ട്രേഡിംഗ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ആക്റ്റീവ് ഇൻകമാണ്. നമ്മുടെ എഫേർട്ടും നമ്മുടെ സാന്നിധ്യവും ബാക്കി കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ നിന്ന് നമുക്ക് വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പക്ഷേ സ്വിംഗ് ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ നമ്മുടെ ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ വരുന്നില്ല. അതിൽ ഡെയിലി നിങ്ങൾക്കൊരു 30 മിനിറ്റൊക്കെ സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ തന്നെ നല്ല സ്വിംഗ് ട്രേഡിംഗ് പൊസിഷൻ കണ്ടെത്താം. പിന്നെ നമ്മൾ തിരിഞ്ഞ് നോക്കണ്ട, സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റ് സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിഞ്ഞ് നോക്കേണ്ടാത്ത ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്കാൽപ്പറോ ഇൻട്രാഡേ ട്രേഡറോ ആകണമെന്ന് ആഗ്രഹിക്കുന്നവർ അത്ര അധികം പാഷനേറ്റ് ആയിരിക്കണം, അത്ര അധികം ടൈം ട്രേഡിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട് തയ്യാറുള്ള ഒരാൾ മാത്രം ഇത് രണ്ടും ചൂസ് ചെയ്യുക. സമയം കുറവാണ്, നിങ്ങൾക്ക് നല്ലൊരു പ്രൊഫഷനിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു എക്സ്ട്രാ പാസീവ് ഇൻകം നിങ്ങൾക്ക് ട്രേഡിങ്ങിലൂടെ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ട്രേഡിംഗ് സ്റ്റൈലാണ് സ്വിംഗ് ട്രേഡിംഗ്. അപ്പോൾ ഇത് മനസ്സിൽ വെച്ചിട്ട് വേണം ഒരു ട്രേഡിംഗ് സ്റ്റൈൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അല്ലാതെ ഡെയിലി ലാഭം കിട്ടും അതുകൊണ്ട് ഞാൻ ഇൻട്രാഡേ ആവാം, നിമിഷ നേരം കൊണ്ട് ലാഭം കിട്ടും അതുകൊണ്ട് ഞാൻ സ്കാൽപ്പർ ആകാം, ഇത് വർക്കൗട്ട് ആകില്ല. ഇത് ഒട്ടും വർക്കൗട്ട് ആകില്ല. അതേസമയം ജോലിയുള്ള ഒരാളാണെങ്കിൽ ഏറ്റവും നല്ലത് സ്വിംഗ് ട്രേഡിംഗ് ആണ്. ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം ഒരു 30 മിനിറ്റ് ഒന്ന് അനാലിസിസിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക, നല്ല എൻട്രി പോയിന്റ് കണ്ടെത്തുക, ഓർഡർ പ്ലേസ് ചെയ്ത് വെക്കുക, സ്റ്റോപ്പ് ലോസ് ആൻഡ് ടേക്ക് പ്രോഫിറ്റ് സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ തിരിഞ്ഞ് നോക്കണ്ട, ബാക്കി നമ്മുടെ ഫാമിലി ലൈഫ് ഉണ്ടാവും, നമ്മുടെ പ്രൊഫഷണൽ ലൈഫ് ഉണ്ടാവും, ഒരു പാസീവ് ഇൻകം ട്രേഡിങ്ങിലൂടെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ കൂടുതൽ ബിഗിനർ ട്രേഡറും അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പ്രോഫിറ്റബിൾ ആകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ സ്വിംഗ് ട്രേഡിംഗ് ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒന്ന്. കാരണം ഇൻട്രാഡേ ട്രേഡിംഗ് ആയിക്കോട്ടെ സ്കാൽപ്പിംഗ് ആയിക്കോട്ടെ ഒരുപാട് എഫേർട്ട് ഇട്ട് ഒരുപാട് നാൾ വർക്കൗട്ട് ചെയ്ത് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിലൂടെ മാത്രമേ നമുക്ക് സക്സസ്ഫുൾ ആകാനായിട്ട് കഴിയുള്ളൂ. അത് അത്യാവശ്യം നല്ല ടൈം പീരീഡ് വേണ്ടി വരും, നല്ല എഫേർട്ട് വേണ്ടി വരും. പക്ഷേ സ്വിംഗ് ട്രേഡിങ്ങിനകത്ത് ഈ പറഞ്ഞ രീതിയിലുള്ള വലിയൊരു എഫേർട്ട് വേണ്ടി വരത്തില്ല, വലിയൊരു ശതമാനം സമയം ഇതിലേക്ക് സ്പെൻഡ് ചെയ്യേണ്ടിയും വരത്തില്ല. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നല്ല എൻട്രി പോയിൻറ്റ്സ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നതാണ്. ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ആരാണ് ഇൻട്രാഡേ ട്രേഡിങ് ചൂസ് ചെയ്യേണ്ടത്, ആരാണ് സ്കാൽപ്പിംഗ് ചൂസ് ചെയ്യേണ്ടത്, ആരാണ് സ്വിംഗ് ട്രേഡിംഗ് ചൂസ് ചെയ്യേണ്ടതെന്ന്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പാണ് വാച്ച് ലിസ്റ്റ്. മൂന്നാമത്തെ സ്റ്റെപ്പാണ് വാച്ച് ലിസ്റ്റ്. ഇത് വളരെ പ്രധാനമാണ്.
അപ്പോൾ നിങ്ങൾ ഇൻട്രാഡേ ട്രേഡിങ്ങോ അല്ലെങ്കിൽ സ്കാൽപ്പിങ്ങോ ആണ് ചൂസ് ചെയ്തതെങ്കിൽ ഒരു കാരണവശാലും 5ഉം 10ഉം 20ഉം കറൻസി പേരിൽ അല്ലെങ്കിൽ 5ഉം 10ഉം 15ഉം സ്ക്രിപ്റ്റിൽ ട്രേഡ് ചെയ്യാനായിട്ട് പാടില്ല. എന്താണ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്? വേറെ ഒന്നുമല്ല. ഇപ്പോൾ മൾട്ടിപ്പിൾ സ്റ്റോക്ക്, ടാറ്റ മോട്ടോഴ്സ് ഉണ്ട്, HDFC ബാങ്ക് ഉണ്ട്, അതുപോലെ തന്നെ ICICI ബാങ്ക് ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള സ്റ്റോക്കുകളെ നമ്മൾ സ്ക്രിപ്റ്റ് എന്ന് പറയാറുണ്ട്. യൂറോ USD, അതുപോലെ തന്നെ GBP JPY, ഇത് മൾട്ടിപ്പിൾ സ്ക്രിപ്റ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ നിങ്ങൾ സ്വിംഗ് ട്രേഡിംഗ് ചൂസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഇൻട്രാഡേയും സ്കാൽപ്പിംഗ് ചൂസ് ചെയ്യുമ്പോഴും ഡിഫറെൻറ്റ് രീതിയിലുള്ള അപ്രോച്ചസ് ആണ് ഇത് രണ്ടും. എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള അപ്രോച്ചസ് ആണ്. കാരണം നിങ്ങൾ ഇൻട്രാഡേ ട്രേഡിങ്ങോ സ്കാൽപ്പിങ്ങോ ചൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ് ട്രേഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എല്ലാവരും ചെയ്യുന്നത് എത്രത്തോളം ട്രേഡ് എടുക്കാമോ അത്രത്തോളം ലാഭം നമുക്ക് ഉണ്ടാക്കാം. റിയാലിറ്റി അതല്ല. എത്രത്തോളം ട്രേഡ് നിങ്ങൾ എടുക്കുന്നോ അത്രത്തോളം നഷ്ടം നിങ്ങൾ ഉണ്ടാക്കും. ഈ പോയിന്റ് കറക്റ്റായി വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. ചിലപ്പോൾ ഓൾറെഡി ട്രേഡ് ചെയ്യുന്നവർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടാവും. എത്രത്തോളം കൂടുതൽ നിങ്ങൾ ട്രേഡ് എടുത്തിട്ടുണ്ടോ അത്രത്തോളം അന്നത്തെ ദിവസം നിങ്ങൾ നഷ്ടമായിരിക്കും ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു സ്കാൽപ്പിങ്ങിലേക്കോ അല്ലെങ്കിൽ ഇൻട്രാഡേ ട്രേഡിങ്ങോ ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ പിന്നെ വേറൊരു ഡൗട്ട് എല്ലാവർക്കും വരാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം കൂടെ ഒന്നിച്ചങ്ങ് ചെയ്താലോ? സ്കാൽപ്പിംഗ്, ഇൻട്രാഡേ, സ്വിങ് ഒരിക്കലും വർക്കൗട്ട് ആകത്തില്ല. കാരണം ഇൻട്രാഡേ ട്രേഡറുടെയും സ്കാൽപ്പറുടെയും സൈക്കോളജി ഡിഫറെൻ്റ് ആണ്. അതേസമയം ഒരു സ്വിങ് ട്രേഡറുടെ സൈക്കോളജി ഡിഫറെൻ്റ് ആണ്. എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അതുമില്ല ഇതുമില്ലാത്ത സിറ്റുവേഷനിലേക്ക് പോകും. ആദ്യം നമ്മൾ പഠിച്ചില്ലേ ഏത് ഫൈനാൻഷ്യൽ മാർക്കറ്റ് ചൂസ് ചെയ്യണമെന്ന്? അപ്പോൾ കൃത്യമായിട്ടുള്ള ഫൈനാൻഷ്യൽ മാർക്കറ്റ് ചൂസ് ചെയ്യണം. എല്ലാത്തിനും പോയി ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ കൈ നിൽക്കത്തില്ല, നമുക്ക് നഷ്ടം തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുപോലെയാണ് ഈ ഒരു ട്രേഡിംഗ് സ്റ്റൈലിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെയും വർക്കൗട്ട് ആകത്തില്ല. ഏതെങ്കിലും ഒരു ട്രേഡിംഗ് സ്റ്റൈൽ ചൂസ് ചെയ്യുക. അതിൽ സ്കാൽപ്പിംഗ് ഇൻട്രാഡേയാണ് ചൂസ് ചെയ്തതെങ്കിൽ ഒരൊറ്റ പെയറിൽ അല്ലെങ്കിൽ ഒരൊറ്റ ഇൻസ്ട്രുമെൻറ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്കൗട്ട് ചെയ്യുക. ഷെയർ ആയിക്കോട്ടെ, നിങ്ങൾ ഷെയർ മാർക്കറ്റ്, സ്റ്റോക്ക് മാർക്കറ്റിലായിക്കോട്ടെ ട്രേഡ് ചെയ്യുന്നത്, ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിലായിക്കോട്ടെ, ഏത് ഫൈനാൻഷ്യൽ മാർക്കറ്റിലോ നിങ്ങൾ ട്രേഡ് ചെയ്തോ യാതൊരു പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ സ്കാൽപ്പിങ്ങും ഇൻട്രാഡേയാണ് ചൂസ് ചെയ്തതെങ്കിൽ ഒരൊറ്റ കറൻസി പെയർ അല്ലെങ്കിൽ ഒരൊറ്റ ഇൻസ്ട്രുമെൻറ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്കൗട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒരൊറ്റ പെയർ അല്ലെങ്കിൽ ഒരൊറ്റ ഇൻസ്ട്രുമെൻറ്റ്, വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. ജസ്റ്റ് നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാകും. ഒരൊറ്റ ഇൻസ്ട്രുമെൻറ്റിൽ നിങ്ങൾ കണ്ടിന്യൂസ്ലി വർക്കൗട്ട് ചെയ്യുവാണ്. 1 മാസം, 2 മാസം, 3 മാസം, 3 മാസത്തോളം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ചാർട്ട് നോക്കിയില്ലെങ്കിൽ കൂടി ആ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ സപ്പോർട്ട് ലെവൽ എവിടെയാണെന്നും റെസിസ്റ്റൻറ്റ് ലെവൽ എവിടെയാണെന്നും ഏത് പോയിന്റിൽ നിന്ന് അവിടെ നിന്ന് റിവേഴ്സായി താഴേക്ക് വരുമെന്നും ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിൽ അത് ഫീഡാകുന്നതാണ്. നിങ്ങൾ എല്ലാ ഇൻസ്ട്രുമെൻറ്റിലും പോയി ട്രേഡ് ചെയ്താലുള്ള പ്രശ്നം ആ ഒരു നോളജ് നമുക്ക് കാണത്തില്ല. അതായത് എവിടെയാണ് ഇത്രയും പെയറിൽ ട്രേഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇത്രയും ഇൻസ്ട്രുമെൻറ്റിൽ ട്രേഡ് ചെയ്യുന്നു, എവിടെയാണ് ഇതിൻ്റെയൊക്കെ സപ്പോർട്ടെന്ന് റെസിസ്റ്റൻസും ഓരോന്ന് അവിടെ പോകുന്നു ഇവിടെ വരുന്നു, എന്താണ് നടക്കുന്നതെന്നൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. അതേസമയം നിങ്ങൾ ഒരൊറ്റ ഇൻസ്ട്രുമെൻറ്റിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ കൃത്യമായിട്ട് അതെങ്ങനെയൊക്കെ മൂവ് ചെയ്യുമെന്നും എത്രമാത്രം വോളറ്റൈലാണെന്നും ന്യൂസ് വരുമ്പോൾ ഏത് തരത്തിലാണ് അതിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നതെന്നും കൃത്യമായിട്ടുള്ള നോളജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ വെൽ ഇൻഫോമഡ് ഡിസിഷൻ മേക്കിങ്ങിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് കഴിയും. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്കാൽപ്പിങ്ങോ ഇൻട്രാഡേ ട്രേഡിങ്ങോ ആണ് നിങ്ങൾ ചൂസ് ചെയ്തെങ്കിൽ കൃത്യമായിട്ട് ഒരൊറ്റ ഇൻസ്ട്രുമെൻറ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്കൗട്ട് ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകാനായിട്ട് കഴിയും. 2 മാസം, 3 മാസം, 4 മാസം, എത്ര മാസം ആയിക്കോട്ടെ കണ്ടിന്യൂസ്ലി വർക്കൗട്ട് ചെയ്യുക. ഒരൊറ്റ ഇൻസ്ട്രുമെൻറ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അതിലൂടെ ഈ പറഞ്ഞ കാര്യം ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൈൻഡിലേക്ക് അത് ഫീഡാവും. ഇതാണ് അതിൻ്റെ സപ്പോർട്ട്, റെസിസ്റ്റൻസ് കാണാപ്പാടമായിരിക്കും. നമുക്ക് ചാർട്ട് പോലും നോക്കേണ്ടി വരത്തില്ല. ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തണം. എന്നാലേ നിങ്ങൾക്ക് ഇൻട്രാഡേ ട്രേഡിങ്ങിലോ അല്ലെങ്കിൽ സ്കാൽപ്പിങ്ങിലോ പ്രോഫിറ്റബിൾ ആകാൻ കഴിയുള്ളൂ. അടുത്ത് നിങ്ങൾ ഇനി ഒരു സ്വിംഗ് ട്രേഡർ ആണെങ്കിലോ മാക്സിമം ഒരു 5 ഇൻസ്ട്രുമെൻറ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. മാക്സിമം 5 ഇൻസ്ട്രുമെൻറ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് സ്വിംഗ് ട്രേഡ് ചെയ്യുക. ഇനി സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്കറിയാം സ്ക്രീനറിൽ വരുന്നത് നോക്കിയിട്ടായിരിക്കും നിങ്ങൾ ഷെയർസ് മേടിക്കുന്നത്. അറ്റ് എ ടൈം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അറ്റ് എ ടൈം 3 ഓപ്പൺ പൊസിഷൻ മാത്രമേ പാടുള്ളൂ. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ.
അല്ലാതെ കിട്ടുന്ന ഷെയർസ് എല്ലാം കൊണ്ട് മേടിച്ച് ബൈ ചെയ്തങ്ങ് വെക്കരുത്. അറ്റ് എ ടൈം 3 ഓപ്പൺ പൊസിഷൻ മാത്രം, 10-15 ഓപ്പൺ പൊസിഷൻ നിങ്ങൾക്ക് ഉണ്ടെന്ന് കരുതുക. ഈ ഷെയർസിനെ മുഴുവനും അല്ലെങ്കിൽ ഈ ഇൻസ്ട്രുമെൻറ്റിനെ മുഴുവനും നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് കഴിയില്ല, നമ്മൾ മനുഷ്യരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങളിത് നോട്ട് ചെയ്ത് വെക്കുക. അറ്റ് എ ടൈം 3 ഓപ്പൺ പൊസിഷൻ, അത് ഫോറക്സ് ആയിക്കോട്ടെ, സ്റ്റോക്ക് മാർക്കറ്റ് ആയിക്കോട്ടെ, ഏതിലോ ആയിക്കോട്ടെ, നിങ്ങളൊരു സ്വിംഗ് ട്രേഡർ ആണെങ്കിൽ അറ്റ് എ ടൈം 3 ഓപ്പൺ പൊസിഷൻ മാത്രമേ പാടുള്ളൂ. അതിലൊന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ടേക്ക് പ്രോഫിറ്റോ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പുതിയൊരു ട്രേഡ് നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഓപ്പൺ പൊസിഷനിൽ എപ്പോഴും 3 ട്രേഡ് മാത്രമേ പാടുള്ളൂ. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ കിട്ടുന്ന എല്ലാ ഷെയറും അല്ലെങ്കിൽ കിട്ടുന്ന എല്ലാ ഇൻസ്ട്രുമെൻറ്റിലും പോയി ട്രേഡ് എടുത്ത് വയ്ക്കുക എന്നതല്ല. നമ്മുടെ ലക്ഷ്യം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക എന്നതാണ്, അല്ലേ? അപ്പോൾ പ്രോഫിറ്റബിളായി നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഫോറക്സ് മാർക്കറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് 5 കറൻസി പെയറിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് സ്വിംഗ് ട്രേഡ് ചെയ്യാം. ക്രിപ്റ്റോ കറൻസിയിലോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലോ ട്രേഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അറ്റ് എ ടൈം 3 ഓപ്പൺ പൊസിഷൻ മാത്രം, അതിൽ കൂടുതൽ ഒരു കാരണവശാലും വരാനായിട്ട് പാടില്ല. ഇതും കൃത്യമായിട്ട് നോട്ടിൽ എഴുതി വയ്ക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, സ്കാൽപ്പിങ്ങോ ഇൻട്രാഡേ ട്രേഡിങ്ങോ ആണെങ്കിൽ ഒറ്റ ഇൻസ്ട്രുമെൻറ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതിയാകും. ഇനി നിങ്ങളൊരു സ്വിംഗ് ട്രേഡർ ആണ് എന്നുണ്ടെങ്കിൽ അറ്റ് എ ടൈം 3 ഓപ്പൺ പൊസിഷൻ, ഇനി ഫോറക്സ് മാർക്കറ്റിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 5 കറൻസി പെയറിൽ വരെ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ, ട്രേഡിംഗ് സിസ്റ്റം. പലർക്കും ഇല്ലാത്തൊരു സാധനമാണ് ട്രേഡിംഗ് സിസ്റ്റം. കാരണം പ്രോപ്പറായിട്ടുള്ളൊരു ട്രേഡിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റബിളി നിലനിൽക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്നാണ് ഈ ഒരു ട്രേഡിംഗ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഒരുപാട് ഇൻഡിക്കേറ്റർ കൊണ്ടുവരും, SMC ICT അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം കൊണ്ട് കൂട്ടിക്കുഴച്ച് ഒരു അവിയൽ പരുവാക്കും. അപ്പോൾ RSI ബൈ സിഗ്നൽ തരും, മൂവിങ് ആവറേജ് സെൽ സിഗ്നൽ തരും, പ്രൈസ് ആക്ഷൻ വെച്ച് നോക്കുമ്പോൾ സൈഡ് വേസ് ആണ്. ഈ ഒരു സിറ്റുവേഷനിലായിരിക്കും നിങ്ങൾ എത്തിച്ചേരുന്നത്. അപ്പോൾ ഒരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലരും സിസ്റ്റം ബിൽഡ് ചെയ്യുന്ന സമയത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ സിസ്റ്റം എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആകുന്നു അത്രത്തോളം മാർക്കറ്റിൽ അത് എക്സിക്യൂട്ട് ചെയ്യാൻ ഡിഫിക്കൽട്ടായിരിക്കും. സിസ്റ്റം എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആകുന്നു അത്രത്തോളം ഡിഫിക്കൽട്ടായിരിക്കും മാർക്കറ്റിൽ എക്സിക്യൂട്ട് ചെയ്യാൻ. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മളൊരു ട്രേഡിംഗ് സിസ്റ്റം ബിൽഡ് ചെയ്യുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ട്രേഡിംഗ് സിസ്റ്റം ആയിരിക്കണം. അപ്പോൾ നമ്മളൊരു ട്രേഡിംഗ് സിസ്റ്റം ബിൽഡ് ചെയ്യുന്ന സമയത്ത് വെറും 5 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ട്രേഡിംഗ് സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ അതൊരു നല്ല ട്രേഡിംഗ് സിസ്റ്റം അല്ല എന്ന് മനസ്സിലാക്കുക. വെറും 5 സെക്കൻഡിൽ നിങ്ങളുടെ ട്രേഡിംഗ് സിസ്റ്റം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിച്ചിരിക്കണം. 5 സെക്കൻഡിൽ. കാരണം എന്താ, ഫാസ്റ്റായിട്ട് നമുക്ക് മാർക്കറ്റിൽ ഈസി ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞിരിക്കണം. അല്ലാതെ നമ്മുടെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന രീതിയിലുള്ള ഒരു ട്രേഡിംഗ് സിസ്റ്റമാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് നമ്മുടെ സൈക്കോളജിയെ ബാധിക്കും. അത് വർക്കൗട്ട് ആകാനായിട്ടുള്ള സാധ്യത വളരെയധികം കുറവാണ്. അപ്പോൾ എപ്പോഴും ഒരു ട്രേഡിംഗ് സിസ്റ്റം നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിന് ഒരുപാട് വരയും കുറിയൊക്കെ ഉള്ളത് വലിയ ഭീകരമായിട്ടുള്ള പ്രോഫിറ്റബിൾ സിസ്റ്റമൊന്നുമല്ല. കാരണം അങ്ങനെ ഒരു പ്രോഫിറ്റബിൾ സ്ട്രാറ്റജിയോ സിസ്റ്റമോ മാർക്കറ്റിൽ ഇല്ല എന്ന് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹോളി ഗ്രിൽ എന്നതാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. അങ്ങനെ നിങ്ങൾ എടുക്കുന്ന എല്ലാ ട്രേഡിലും പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ഹോളി ഗ്രിൽ സ്ട്രാറ്റജി മാർക്കറ്റിൽ ഇല്ല. അതിനി നിങ്ങൾ ഏത് ഫൈനാൻഷ്യൽ മാർക്കറ്റിലോ പോയി ട്രേഡ് ചെയ്തോളൂ, അങ്ങനെ ഒരു ഹോളി ഗ്രിൽ അത്ര അധികം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയും തന്നെ മാർക്കറ്റിലില്ല. ഇതാണ് റിയാലിറ്റി. യൂട്യൂബ് വീഡിയോ നിങ്ങൾ കണ്ടു നോക്കിക്കോ, അല്ലെങ്കിൽ ഏത് ബുക്ക് വേണോ, ആരുടെ ബുക്ക് വേണോ നിങ്ങൾ മേടിച്ച് വായിച്ച് നോക്കിക്കോ, യാതൊരു കാര്യമില്ല. കാരണം അങ്ങനെ ഒരു സ്ട്രാറ്റജി മാർക്കറ്റിനകത്തില്ല. അതുകൂടാതെ അങ്ങനെ 100% ഹോളി ഗ്രിൽ സ്ട്രാറ്റജി വേണമെന്നുമില്ല. ട്രേഡിങ്ങിനകത്ത് നമുക്ക് പ്രോഫിറ്റബിൾ ആകണമെന്നുണ്ടെങ്കിൽ 100% വിൻ റേറ്റിൻ്റെ യാതൊരു ആവശ്യമില്ല. ഇത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഒരു സിസ്റ്റം നമുക്ക് ഉണ്ടായിരിക്കണം, പക്ഷേ ഈസി ആയിട്ട് നമുക്ക് മാർക്കറ്റിൽ അത് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സിസ്റ്റം ആയിരിക്കണം നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ടത്. അല്ലാതെ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ട്രേഡിങ്ങിനകത്ത് നിങ്ങൾ പരാജയപ്പെട്ടു പോകേണ്ട സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഈ കാര്യം മനസ്സിലാക്കി ഒരു ഈസി സിസ്റ്റം വേണം നമ്മൾ എപ്പോഴും ബിൽഡ് ചെയ്യേണ്ടത്. നമ്മുടെ എൻട്രി ആയിക്കോട്ടെ, എക്സിറ്റ് ആയിക്കോട്ടെ. എക്സിറ്റ് 2 രീതിയിലാണ് വരുന്നത്. ഒന്നുകിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് എക്സിറ്റ് ആകാം, അല്ലെങ്കിൽ നമ്മുടെ ടേക്ക് പ്രോഫിറ്റ് ഹിറ്റ് ചെയ്ത് എക്സിറ്റ് ആകാം. അപ്പോൾ ഇതെല്ലാം വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത്.
ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസും പലരും നിങ്ങൾ ചിലപ്പോൾ പ്രോഫിറ്റബിളി ട്രേഡ് ചെയ്യുന്ന പലരും പറയുന്ന കേട്ടിട്ടുണ്ടാവും. സപ്പോർട്ട് റെസിസ്റ്റൻസ് മാത്രം യൂസ് ചെയ്തിട്ടാണ് അവർ ട്രേഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു അയ്യേ ഇത്രയേ ഉള്ളൂ നമ്മളിങ്ങനെ ചിന്തിച്ചു പോകും, അയ്യേ ഇതാണോ വലിയ സിസ്റ്റം അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ എന്നൊക്കെ ചിന്തിച്ചു പോകും. പക്ഷേ റിയാലിറ്റി എന്ത് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. അതായത് എത്രത്തോളം നമ്മുടെ സ്ട്രാറ്റജി സിമ്പിൾ ആകുമോ അത്രത്തോളം ഈസിയായിട്ട് നമുക്ക് മാർക്കറ്റിൽ അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പ്രോപ്പറായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ആൻഡ് ടേക്ക് പ്രോഫിറ്റ് ഇതെല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകാൻ സാധിക്കും എന്നതാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. അല്ലാതെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം മാത്രമേ വർക്കൗട്ട് ആകത്തുള്ളൂ. അതായത് ഇതൊക്കെ കാണുമ്പോൾ അകത്ത് ഒരു ഇതാണ്, അയ്യോ എന്തോ വലിയൊരു സംഭവമാണ്, നമ്മൾ മറ്റേ നാസയുടെ ടെർമിനലിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരു ഫീലാണ് വരുന്നത്, അങ്ങനെ വരയും കുറിയൊക്കെ ആയിട്ട് എന്തോ വലിയ സെറ്റപ്പ് എന്ന രീതിയിലുള്ള ഫീലിംഗ് തരും എന്നല്ലാതെ ഒരു രൂപ പോലും നിങ്ങൾക്ക് അത് ഉണ്ടാക്കി തരത്തില്ല. അപ്പോൾ ഇതാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. ഈസി ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് സിസ്റ്റം വേണം നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യേണ്ടത്. സപ്പോർട്ടോ റെസിസ്റ്റൻസോ സപ്ലൈ ഡിമാൻഡോ എന്താണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വളരെ സിമ്പിൾ ട്രേഡിംഗ് സിസ്റ്റം ഫോളോ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങളുടെ എൻട്രിയും എക്സിറ്റും ഇതെല്ലാം വളരെയധികം സിമ്പിൾ ആയിരിക്കണം, എന്നാൽ നിങ്ങൾക്കൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകാനായിട്ട് കഴിയും. കൂടാതെ ഈ ഒരു സിസ്റ്റം റിപ്പീറ്റ് ചെയ്യാൻ കഴിയണം. അല്ലാതെ ഒറ്റ ദിവസം ലക്കിന് കിട്ടിയ പ്രോഫിറ്റും വെച്ചിട്ട് ഞാൻ പ്രോഫിറ്റബിൾ ട്രേഡർ എന്നൊരിക്കലും പറയാനായിട്ട് കഴിയില്ല. ഒരു സിസ്റ്റം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി നമുക്കത് റിപ്പീറ്റ് ചെയ്യാൻ കഴിയണം. ട്രേഡിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി ബോറിംഗ് ആണ്. വളരെയധികം ബോറിംഗ് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് വളരെയധികം എക്സൈറ്റഡ് ഉണ്ട് എങ്കിൽ അതിനർത്ഥം നിങ്ങൾ ചെയ്യുന്നതിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. കാരണം ട്രേഡിങ്ങിനകത്ത് ബോറിംഗ് ആണ്. കാരണം ഒരേ കാര്യം ഡെയിലി വന്നിരുന്ന് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. പക്ഷേ ലാഭം ഉണ്ടാക്കും. പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് നിങ്ങൾ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ലോസിലായിരിക്കും ഉണ്ടാവുന്നത്. കാരണം വേറൊന്നുമല്ല, എക്സൈറ്റ്മെൻറ്റ് എപ്പോഴാണ് വരുന്നത്, എന്താണ് അടുത്ത് നടക്കുന്നതെന്ന് നമുക്കറിയില്ല, എത്ര രൂപ നമുക്ക് ലാഭം കിട്ടും എന്നറിയില്ല. മുകളിലേക്ക് ലാഭം കയറിക്കൊണ്ട് നമ്മൾ വളരെയധികം സന്തോഷപ്പെട്ടുകൊണ്ടേയിരിക്കും. വളരെയധികം എക്സൈറ്റഡോട് കൂടിയായിരിക്കും ആ ഒരു പൊസിഷൻ നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. കാരണം എത്രത്തോളം ലാഭം കിട്ടുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ടേക്ക് പ്രോഫിറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോഴേ അറിയാം, അയ്യോ പ്രോഫിറ്റ് കിട്ടിയ 2000 രൂപ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ 5000 രൂപ നമുക്ക് കിട്ടും. ഇവിടെ എക്സൈറ്റ്മെൻ്റ് ഇല്ല. അതാ ഞാൻ പറഞ്ഞത്, ഒരു പ്രോപ്പർ ട്രേഡിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ ഒരിക്കലും അവിടെ എക്സൈറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഫിയർ, ലാഭത്തിലേക്ക് പോകുന്ന സമയത്താണ് ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. നഷ്ടത്തിലേക്ക് വരുമ്പോഴോ പേടി, അയ്യോ ഇത് വീണ്ടും താഴെ പോകും, എത്ര താഴെ പോകും, ഇമോഷണൽ ഡിസിഷനിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പക്ഷേ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ 1% ആണ് സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത്. എനിക്കറിയാം നഷ്ടം വന്നാൽ 1000 രൂപ നഷ്ടം വരും, അതിൽ കൂടുതൽ എന്താ സംഭവിക്കേണ്ടത്, അതിൽ കൂടുതലൊന്നും സംഭവിക്കുകയില്ല. അറിയാവുന്നതുകൊണ്ട് കണ്ടോ ഈ മൈൻഡ് സെറ്റാണ്. ഇതാണ് ആ സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻസ്. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇപ്പോഴും വളരെയധികം എക്സൈറ്റ്മെൻറ്റോടു കൂടി ഫുൾ ലിവറേജ് കൊടുത്തുകൊണ്ട് ബൈ ചെയ്യുന്നു, സെല്ല് ചെയ്യുന്നു. എപ്പോഴെങ്കിലും ലാഭം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും, പക്ഷേ അത് റിപ്പീറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഒരു ട്രേഡിംഗ് സിസ്റ്റം ഈസി ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് സിസ്റ്റം ആയിരിക്കണം. അത് ഓരോ ദിവസവും നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ കഴിഞ്ഞിരിക്കണം. പ്രോഫിറ്റബിൾ ട്രേഡിംഗ് എന്ന് പറയുന്നത് പുതിയ കാര്യങ്ങൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുക എന്നതല്ല. ഇന്ന് ഈ രീതിയിൽ ട്രേഡ് എടുത്തു, അടുത്ത ആഴ്ച മറ്റൊരു രീതിയിൽ ട്രേഡ് എടുത്തു, അതിൻ്റെ അടുത്ത ആഴ്ച വേറൊരു രീതിയിൽ ട്രേഡ് എടുത്തു. അതല്ല, ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുക, കണ്ടിന്യൂസ്ലി റിപ്പീറ്റ്. വേറെ ഒന്നും ചെയ്യണ്ട, തൊടണ്ട. ഇതാണ് ചെയ്യേണ്ടത്, റിപ്പീറ്റ്. ഈ മാസം ഒരേ സിസ്റ്റം, അടുത്ത മാസം ഒരേ സിസ്റ്റം. അതാണ് ഞാൻ പറഞ്ഞത്, ട്രേഡിംഗ് എന്ന് പറയുന്നത് ബോറിംഗ് ആണ്. ഇപ്പോൾ അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത മാസം ഞാൻ എടുക്കാൻ പോകുന്ന ട്രേഡിൽ എനിക്ക് എത്ര നഷ്ടം വരുമെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോഴേ അറിയാം. കാരണം എൻ്റെ സ്റ്റോപ്പ് ലോസ് ഫിക്സഡ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ല, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ പേടിക്കുന്നു, ടെൻഷൻ അടിക്കുന്നു, എക്സൈറ്റ്മെൻറ്റ് വരുന്നു. ഇതിനെല്ലാത്തിനും കാരണം പ്രോപ്പറായിട്ടുള്ള ട്രേഡിംഗ് സിസ്റ്റം ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷേ പ്രോപ്പറായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ എനിക്കറിയാം, എനിക്ക് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ആഴ്ച എത്ര കിട്ടുമെന്ന് എനിക്കറിയാം. ഇനി അടുത്ത മാസത്തെ 1-ാം തീയതി എനിക്ക് എത്രയാണ് പ്രോഫിറ്റ് കിട്ടുമ്പോൾ കിട്ടാൻ പോകുന്നത് എന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ നഷ്ടം വരുന്ന സമയത്ത് എത്രയായിരിക്കും എനിക്ക് നഷ്ടം വരുന്നതെന്ന് എനിക്ക് ഇപ്പോഴേ അറിയാം. സോ എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് കൂളായിട്ട് മാർക്കറ്റിൽ അനലൈസ് ചെയ്ത് ഇത് ഇങ്ങനെയാണ് നടക്കുന്നത്, ഇത് അപ്പ് സൈഡിലേക്ക് പോകുന്നു, ഇത്തരത്തിലുള്ള ന്യൂസസ് ആണ് വരുന്നത്. വെറുതെ ചില്ലായിട്ട് നമ്മുടെ കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. പക്ഷേ ഇതൊന്നുമില്ല, ഒരു സിസ്റ്റമേ ഇല്ലാത്ത ഒരാൾക്ക് ടെൻഷൻ അടിക്കും, സ്വാഭാവികമാണ്. നിങ്ങൾ ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കുറവാണ് എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ കുറച്ചൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും. സിമ്പിളായിട്ടുള്ളൊരു സിസ്റ്റം, അത് റിപ്പീറ്റ് ചെയ്യാൻ കഴിഞ്ഞിരിക്കണം, അത്രയേ ഉള്ളൂ. റിസ്ക് മാനേജ്മെൻറ്റ്
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഇൻട്രാഡേ ട്രേഡിംഗ് ആയാലും നിങ്ങൾ സ്വിംഗ് ട്രേഡിംഗ് ആയാലും 1% മാത്രം റിസ്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. 1%. ഇപ്പോൾ എൻ്റെ കയ്യിൽ 1 ലക്ഷം രൂപ ഉണ്ടെന്ന് കരുതുക. ആ 1 ലക്ഷം രൂപയുടെ 1% എത്രയാണ്? 1000 രൂപ. അപ്പോൾ ഒറ്റ ട്രേഡിൽ 1000 രൂപ മാത്രമേ ഞാൻ റിസ്ക് വയ്ക്കാനായിട്ട് പാടുള്ളൂ. ഒറ്റ സിംഗിൾ ട്രേഡിൽ വെറും 1000 രൂപ മാത്രമേ ഞാൻ റിസ്ക് വയ്ക്കാനായിട്ട് പാടുള്ളൂ. സ്വിംഗ് ട്രേഡർ ആയിക്കോട്ടെ, ഇൻട്രാഡേ ട്രേഡർ ആയിക്കോട്ടെ, 1% സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് പതിയെ എന്ത് ചെയ്യാം? റിസ്കിനെ ഇൻക്രീസ് ചെയ്യാം. തുടക്കത്തിൽ തന്നെ വലിയ പ്രോഫിറ്റിന് വേണ്ടിയിട്ട് വലിയൊരു എമൗണ്ട് റിസ്ക് വെച്ച് ട്രേഡ് ചെയ്യുന്നത് അത്ര നല്ല കാര്യമല്ല. കാരണം നമ്മുടെ എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് റിസ്കിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടാവുന്നതാണ്. പതിയെ കൂട്ടുക. ആദ്യം തന്നെ വെപ്രാളത്തിൻ്റെ ആവശ്യമില്ല. കാരണം നിങ്ങളുണ്ടെങ്കിലും ഇല്ലെങ്കിലും മാർക്കറ്റ് ഇവിടെ തന്നെ കാണും. അപ്പോൾ നാളെ ഉണ്ടാവും, മറ്റന്നാളുണ്ടാവും, അതിൻ്റെ അടുത്ത ആഴ്ച ഉണ്ടാവും. അപ്പോൾ പതിയെ സമാധാനത്തോടു കൂടി മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തെടുക്കുക. പതിയെ ഇവഞ്ച്വലി നിങ്ങളുടെ റിസ്ക് കൂട്ടാവുന്നതാണ്. തുടക്കത്തിൽ തന്നെ വലിയൊരു റിസ്ക് എടുത്ത് വെച്ച് വെറുതെ സൈക്കോളജിയും കളഞ്ഞുള്ള പണവും കളഞ്ഞ് അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് ഒരു കാരണവശാലും പോകരുത്. അപ്പോൾ ചെയ്യേണ്ടത്, നിങ്ങളൊരു ഇൻട്രാഡേ ട്രേഡർ ആണോ, സ്വിംഗ് ട്രേഡർ ആണോ, സ്കാൽപ്പർ ആണോ, 1% മാത്രം റിസ്ക് വയ്ക്കുക. നിങ്ങളുടെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ 1% മാത്രം. 1 ലക്ഷം രൂപയാണ് നിങ്ങളുടെ ട്രേഡിംഗ് ക്യാപിറ്റലെങ്കിൽ 1% ആയിട്ട് വരുന്നത് 1000 രൂപയാണ്. കൃത്യമായിട്ട് 1000 രൂപ തന്നെ എന്ത് ചെയ്യുക? റിസ്ക് വയ്ക്കുക. 1% പോലും, അല്ലെങ്കിൽ ഒരു 0.1% പോലും അതിൽ കൂടരുത്. കൃത്യമായിട്ട് 1% റിസ്ക് വയ്ക്കുക. അപ്പോൾ ഇതാണ് റിസ്ക് മാനേജ്മെൻറ്റിൽ ആദ്യം നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. റിസ്ക് പെർ ട്രേഡ് എന്ന് നമ്മൾ വിളിക്കും. റിസ്ക് പെർ ട്രേഡ്. ഒറ്റ ട്രേഡിൽ 1% മാത്രം റിസ്ക് വയ്ക്കുക. മിനിമം റിസ്ക് റിവാർഡ് റേഷ്യോ 1:2 എങ്കിലും നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം. അതായത് 1000 രൂപ നിങ്ങൾ നഷ്ടപ്പെടുത്തുന്ന സമയത്ത് 2000 രൂപയായിരിക്കണം നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. മിനിമം 1:2 റിസ്ക് റിവാർഡെങ്കിലും നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. എന്തുകൊണ്ടാണ് 1:2 റിസ്ക് റിവാർഡെങ്കിലും ഫോളോ ചെയ്യണം എന്ന് പറയുന്നത്? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, 100% പെർഫെക്റ്റ് ആയിട്ടുള്ള വിൻ റേറ്റ് തരുന്ന ഒരു സ്ട്രാറ്റജിയും തന്നെ, ഒരു ഹോളി ഗ്രേൽ സ്ട്രാറ്റജിയും തന്നെ മാർക്കറ്റിലില്ല. അപ്പോൾ 100% വിജയ സാധ്യത നമുക്ക് വേണ്ട ട്രേഡിങ്ങിനകത്ത് പ്രോഫിറ്റബിൾ ആകാൻ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനൊരു 20 ട്രേഡ് എടുത്തു എന്ന് കരുതുക. 20 ട്രേഡ്സ് ഞാൻ എടുത്തു. അതിൽ 10 എനിക്ക് നഷ്ടം. ഈ പറഞ്ഞ 1% ആണ് ഞാൻ റിസ്ക് വെച്ചത്. അതായത് 1000 രൂപ. 1 ലക്ഷമാണ് എൻ്റെ ക്യാപിറ്റൽ. 1% ഞാൻ റിസ്ക് വയ്ക്കുന്നു. അതായത് എത്ര രൂപയാണ്? 1000 രൂപ. 20 ട്രേഡ് ഞാൻ എടുത്തു. 10 എനിക്ക് നഷ്ടം സംഭവിച്ചു. എത്രയാണ് എൻ്റെ നഷ്ടം അവിടെ? 10000 രൂപയാണ് എൻ്റെ നഷ്ടം അവിടെ സംഭവിച്ചത്. 20 ട്രേഡാണ് എടുത്തത്. അതിൽ 10 ലോസ്, 10000 രൂപ നഷ്ടം വന്നു. ബാക്കി 10 ട്രേഡ് എനിക്ക് പ്രോഫിറ്റാണ് കിട്ടിയത്. ബാക്കി 10 ട്രേഡ് എനിക്ക് പ്രോഫിറ്റ് കിട്ടി. അവിടെ എൻ്റെ ലാഭം എത്രയാണ്? 1:2 റിസ്ക് റിവാർഡാണ് ഞാൻ ഫോളോ ചെയ്ത്. പോയാൽ 1000 പോവും. കിട്ടിയാൽ 2000 രൂപ എനിക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ 2000 × 10, 20000 രൂപയുടെ എനിക്ക് പ്രോഫിറ്റ് കിട്ടിയത്. അപ്പോൾ 20000 എൻ്റെ പ്രോഫിറ്റ്. ആദ്യം വന്ന 10000 രൂപ എൻ്റെ നഷ്ടം. 20000 മൈനസ് 10000. നെറ്റ് എൻ്റെ പ്രോഫിറ്റ് ഇപ്പോൾ എത്രയാണ്? 10000 രൂപ എനിക്ക് പ്രോഫിറ്റ് കിട്ടി. അതായത് ഞാൻ എടുത്ത 20 ട്രേഡ് ഇവിടെ വിജയിച്ചില്ല. ഞാൻ എടുത്ത ട്രേഡിൽ 50% ട്രേഡ് മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. 20 ട്രേഡ് എടുത്തു, 10 വിജയിച്ചു, 10 എനിക്ക് നഷ്ടം വന്നു. എന്നിട്ട് കൂടി, അതായത് ഞാൻ എടുത്ത എല്ലാ ട്രേഡും വിജയിച്ചില്ല. വെറും 50% വിൻ റേറ്റ് ഉണ്ടെങ്കിലും ട്രേഡിങ്ങിനകത്ത് നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആകാനായിട്ട് സാധിക്കുന്നതാണ്. അതാണ് ഈ റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ പവർ. വെറും 50% വിൻ റേറ്റ്. 10 വിജയിച്ചു, 10 നഷ്ടം വന്നു. എന്നാലും നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ട്രേഡർ ആകാം. സോ അതുകൊണ്ട് എന്ത് വേണ്ട? വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഹോളി ഗ്രേൽ സ്ട്രാറ്റജി, വളരെയധികം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയുടെ ആവശ്യം ഇവിടെ വരുന്നില്ല എന്ന് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. അത് അക്സെപ്റ്റ് ചെയ്യണം. പ്രോപ്പർ റിസ്ക് മാനേജ്മെൻറ്റ്. 1% ആണെങ്കിൽ 1% റിസ്ക് വയ്ക്കുക. മിനിമം 1:2 റിസ്ക് റിവാർഡ് ഫോളോ ചെയ്യുന്നതിലൂടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകാനായിട്ട് സാധിക്കുന്നതാണ്. ഇതെപ്പോഴും നിങ്ങളുടെ മൈൻഡിലുണ്ടായിരിക്കണം. അടുത്തത് ട്രേഡിംഗ് സൈക്കോളജി. അപ്പോൾ ആദ്യം ട്രേഡിംഗ് സിസ്റ്റം, സ്ട്രാറ്റജി, റിസ്ക് മാനേജ്മെൻറ്റ് ആൻഡ് സൈക്കോളജി. 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. സ്ട്രാറ്റജി, റിസ്ക് മാനേജ്മെൻറ്റ്, സൈക്കോളജി. അപ്പോൾ ആദ്യം നമ്മൾ നോക്കിയത് സ്ട്രാറ്റജിയെ പറ്റിയിട്ടായിരുന്നു. മനസ്സിലായി, വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആകാം എന്ന് മനസ്സിലായിട്ടുണ്ട്. രണ്ടാമത്തെ പോർഷനിൽ നമ്മൾ മനസ്സിലാക്കിയത് റിസ്ക് മാനേജ്മെൻറ്റിനെ പറ്റിയിട്ടാണ്. പ്രോപ്പർ റിസ്ക് മാനേജ്മെൻറ്റിൽ
ഫോളോ ചെയ്യുന്നതിലൂടെ നമ്മുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് റിട്ടേൺസും ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. 100% വിൻ റേറ്റുള്ള ഒരു സ്ട്രാറ്റജിയും അവിടെ ആവശ്യം തന്നെ വരുന്നില്ല. അടുത്തതാണ് സൈക്കോളജി. 10% ഇമ്പോർട്ടൻസ് ആണ് സ്ട്രാറ്റജിക്ക് കൊടുക്കേണ്ടത്. 20% ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത് റിസ്ക് മാനേജ്മെൻറ്റിനാണ്. ബാക്കി 70% ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മുടെ സൈക്കോളജിയിലാണ്. അപ്പോൾ സൈക്കോളജിയിലേക്ക് വരുന്ന സമയത്ത് ഓവർ ട്രേഡിംഗ്, റിവഞ്ച് ട്രേഡിംഗ്, ഇതൊക്കെ കാരണം കൊണ്ടാണ് നിങ്ങളിൽ ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ക്യാപിറ്റൽ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നത്. ഇതെല്ലാം കംപ്ലീറ്റ്ലി എങ്ങനെ ഒഴിവാക്കാം, ട്രേഡിംഗ് സൈക്കോളജി പ്രോപ്പറായിട്ട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് കൃത്യമായിട്ട് ഈ ഒരൊറ്റ സിംഗിൾ പേജിൽ നിങ്ങൾക്ക് കാണാം. ഈ ഒരൊറ്റ സിംഗിൾ പേജ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ട്രേഡിംഗ് സൈക്കോളജി കൊണ്ടുണ്ടാകുന്ന നിങ്ങളുടെ 90% പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പ് തരാനായിട്ട് കഴിയും. അപ്പോൾ കൃത്യമായിട്ട് ഇത് നോട്ടിൽ എഴുതി പോവുക. അതിലാദ്യത്തേത് ഡെയിലി ലിമിറ്റ്. നിങ്ങൾ ഇൻട്രാഡേ ട്രേഡിംഗ് ആണ് ചെയ്യുന്നത്. നിങ്ങൾ ഒരു ഇൻട്രാഡേ ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരൊറ്റ ട്രേഡ് മാത്രം എടുക്കുക. അല്ലാതെ 10, 15, 20, 30 ട്രേഡ് എടുക്കാനായിട്ട് നിൽക്കരുത്. ഒരു ദിവസം ഒരു ട്രേഡ്. ഇത് ഫോളോ ചെയ്യുന്നതിലൂടെ ഒരുപാട് പ്രശ്നങ്ങൾ, നിങ്ങളുടെ ക്യാപിറ്റൽ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഓവർകം ചെയ്യാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് എടുത്ത് പറയുവാണെങ്കിൽ ഓവർ ട്രേഡിംഗ്, റിവഞ്ച് ട്രേഡിംഗ് പോലുള്ള വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള നമ്മുടെ ക്യാപിറ്റൽ വൈപ്പ് ഔട്ട് ആക്കുന്ന ട്രേഡിംഗ് സൈക്കോളജിക്കൽ പ്രോബ്ലത്തെ ഓവർകം ചെയ്യാനായിട്ട് കഴിയും കൃത്യമായിട്ട് ഈ ഒരു ഒറ്റ ട്രേഡ്, ഒരു ദിവസം ഒറ്റ ട്രേഡ് എന്ന ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നതിലൂടെ. ഒറ്റ ട്രേഡ് മാത്രം എടുക്കുന്നത് കൊണ്ട് വളരെയധികം ഫോക്കസ്ഡ് ആയിട്ടായിരിക്കും നിങ്ങൾ ആ ഒരു ട്രേഡ് എടുക്കുന്നത്. 10, 15 ട്രേഡ് എടുക്കാൻ നിന്ന് കഴിയുമ്പോൾ ആദ്യത്തെ ഒരു 3 ട്രേഡൊക്കെ ഏറെക്കുറെ നിങ്ങൾക്ക് ഒരു കോൺസെൻട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ എടുക്കുന്നത് തോന്നിയതുപോലെ ആയിരിക്കും. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ മനുഷ്യരാണ്. അപ്പോൾ നിങ്ങൾ ചാർട്ട് നോക്കി ഇങ്ങനെ ഇരുന്ന് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ മടുക്കാൻ തുടങ്ങും. കാരണം സ്ക്രീനിൻ്റെ മുന്നിൽ ഇരിക്കുമല്ലേ. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ടൊരു മനുഷ്യനിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ആ ലിമിറ്റേഷനൊക്കെ നമ്മൾ മനസ്സിലാക്കി വേണം നമ്മളൊരു സിസ്റ്റം ബിൽഡ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് റിവഞ്ച് ട്രേഡ് ചെയ്ത് പൈസ കളയുന്നു, ഓവർ ട്രേഡ് ചെയ്തുകൊണ്ട് പൈസ കളയുന്നു, അല്ലെങ്കിൽ പല രീതിയിലുള്ള ഇമോഷണൽ ഡിസിഷനിലേക്കൊക്കെ നിങ്ങൾ എത്തുന്നതിന് കാരണം ഇത്തരം കുറച്ച് പ്രശ്നങ്ങളാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റ കാര്യം ചെയ്താൽ മതി. ഒരു ദിവസം ഒരു ട്രേഡ്, ഒരു ദിവസം ഒരൊറ്റ ട്രേഡ് മാത്രം. നെക്സ്റ്റ് വൺ, സ്റ്റോപ്പ് റൂൾ. സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ കാര്യം തൊട്ടപ്പുറം നമ്മൾ പറഞ്ഞില്ലായിരുന്നു, ഓൾറെഡി ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അറ്റ് എ ടൈം 3 ഓപ്പൺ പൊസിഷൻ മാത്രമേ പാടുള്ളൂ. സ്വിംഗ് ട്രേഡിങ്ങിലാണെങ്കിൽ അറ്റ് എ ടൈം 3 ഓപ്പൺ പൊസിഷൻ. നമുക്ക് അവിടെയും ലിമിറ്റ് സെറ്റ് ചെയ്യാൻ കഴിയും. 3 ഓപ്പൺ പൊസിഷൻ മാത്രമേ സ്വിംഗ് ട്രേഡിങ്ങിൽ അറ്റ് എ ടൈം പാടുള്ളൂ. നിങ്ങൾ ഇൻട്രാഡേ ട്രേഡിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ ഒരു ദിവസം ഒരൊറ്റ ട്രേഡ് മാത്രം എടുത്തു പോവുക. നെക്സ്റ്റ് വൺ സ്റ്റോപ്പ് റൂളാണ്. എന്താണ് സ്റ്റോപ്പ് റൂള്? കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇപ്പോൾ ആദ്യത്തെ ദിവസം നിങ്ങൾ ട്രേഡ് എടുത്തു, തിങ്കളാഴ്ചയാണ്, നിങ്ങൾക്ക് നഷ്ടം വന്നു. രണ്ടാമത്തെ ദിവസം നിങ്ങൾ ചൊവ്വാഴ്ച വീണ്ടും ട്രേഡ് എടുത്തു, അവിടെയും നഷ്ടം വന്നു. മൂന്നാമത്തെ ദിവസം വീണ്ടും ട്രേഡ് എടുത്തു, അവിടെയും നഷ്ടം വന്നു. 3 ദിവസം അടുപ്പിച്ച് സ്റ്റോപ്പ് ലോസ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ബ്രേക്ക് എടുക്കുക. വീണ്ടും കണ്ടിന്യൂസ്ലി അടുത്ത ദിവസം വന്നിരുന്ന് ട്രേഡ് ചെയ്യാൻ നിൽക്കരുത്. കൃത്യമായിട്ടുള്ള ഒരു ബ്രേക്ക് അവിടെ എടുക്കുക. ഇത് ട്രേഡിങ്ങിൻ്റെ ഒരു ഭാഗമാക്കി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. 3 ദിവസം എപ്പോഴൊക്കെ അടുപ്പിച്ച് സ്റ്റോപ്പ് ലോസ് ഹീറ്റ് ചെയ്യുന്നോ അവിടെ ഒരു ബ്രേക്ക് എടുക്കണം. സ്റ്റോപ്പ് ലോസ് ഹീറ്റ് ചെയ്യുമ്പോൾ മാത്രമല്ല, 3 ദിവസം അടുപ്പിച്ച് നിങ്ങൾക്ക് ടേക്ക് പ്രോഫിറ്റ് ഹീറ്റ് ചെയ്താലും അവിടെ ബ്രേക്ക് എടുക്കുക. എന്തുകൊണ്ടാണ് ടേക്ക് പ്രോഫിറ്റ് ഹീറ്റ് ചെയ്യുമ്പോഴും ബ്രേക്ക് എടുക്കുന്നത്? ഓവർ കോൺഫിഡൻ്റ് ആയിക്കൊണ്ട് ട്രേഡ് എടുക്കാനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഹയ്യർ ലോട്ട് പ്ലേസ് ചെയ്യാനോ ഹയ്യർ പെർസെൻറ്റേജ് റിസ്ക് വയ്ക്കാനോ സാധ്യത വളരെയധികം കൂടുതലാണ് കണ്ടിന്യൂസ്ലി നമുക്ക് ടേക്ക് പ്രോഫിറ്റ് ഹീറ്റ് ചെയ്യുന്ന സമയത്ത്. 3 ദിവസം അടുപ്പിച്ച് സ്റ്റോപ്പ് ലോസ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് എടുക്കണം. അതുപോലെ തന്നെ 3 ദിവസം അടുപ്പിച്ച് ടേക്ക് പ്രോഫിറ്റ് ഹീറ്റ് ചെയ്താലും അവിടെ ബ്രേക്ക് എടുക്കണം. അപ്പോൾ ഇൻട്രാഡേ ട്രേഡേഴ്സും സ്കാൽപ്പേഴ്സും വളരെയധികം ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ട്രേഡിങ്ങിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ട്രേഡർ ആകാനായിട്ട് കഴിയും. അതുപോലെ തന്നെ സ്വിംഗ് ട്രേഡിങ്ങിലേക്ക് വരുമ്പോഴും 3 തവണ അടുപ്പിച്ച് സ്റ്റോപ്പ് ലോസ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ബ്രേക്ക് എടുക്കുക. 3 തവണ അടുപ്പിച്ച് ടേക്ക് പ്രോഫിറ്റ് ഹീറ്റ് ചെയ്താലും ഒരു ബ്രേക്ക് എടുക്കുക. അപ്പോൾ ഈ ഒരു സിസ്റ്റം കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സൈക്കോളജിയെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഴിയും. വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല,
നമ്മുടെ സൈക്കോളജി, നമ്മുടെ മൈൻഡ് സെറ്റാണ് എല്ലാം. അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇത് രണ്ടും വളരെയധികം, അല്ലെങ്കിൽ ഈ പേജ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെ പ്രോഫിറ്റബിൾ ആക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേജായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ കണക്കാക്കാനായിട്ട് സാധിക്കും. കൃത്യമായിട്ട് ഇത് ഫോളോ ചെയ്യുക. ഒരു ദിവസം ഒരൊറ്റ ട്രേഡ് മാത്രം, ഇൻട്രാഡേ ട്രേഡേഴ്സ് ആണെങ്കിൽ, സ്വിംഗ് ട്രേഡേഴ്സ് ആണെങ്കിൽ അറ്റ് എ ടൈം 3 ഓപ്പൺ പൊസിഷൻ മാത്രം. അതുപോലെ 3 ദിവസം അടുപ്പിച്ച് ടേക്ക് പ്രോഫിറ്റ് ഹീറ്റ് ചെയ്താലും 3 ദിവസം അടുപ്പിച്ച് സ്റ്റോപ്പ് ലോസ് ഹീറ്റ് ചെയ്താലും അവിടെ ബ്രേക്ക് എടുക്കുക. ഇൻട്രാഡേ ആയിക്കോട്ടെ, സ്വിംഗ് ട്രേഡിംഗ് ആയിക്കോട്ടെ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ട്രേഡിംഗ് സൈക്കോളജി നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേജാണ്. കൃത്യമായിട്ട് നോട്ടിൽ എഴുതി പോവുക. റിവഞ്ച് ട്രേഡിങ്ങും ഓവർ ട്രേഡിങ്ങും മോശമായിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങും ഇതെല്ലാം നിങ്ങൾക്ക് വെട്ടി ദൂരെ എറിയാൻ കഴിയും ഈ ഒരൊറ്റ കാര്യം ഫോളോ ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ ഈ ഒരു ഒറ്റ പേജിൽ നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നതിലൂടെ. ജസ്റ്റ് നോളജ് പോലെ പഠിച്ച് കാണാപ്പാഠം പഠിച്ച് വെച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ നോട്ടിൽ മാത്രം എഴുതി വെച്ചിട്ട് കാര്യമില്ല. മാർക്കറ്റിൽ ഇത് പോയി ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആകാൻ കഴിയുള്ളൂ. ട്രേഡിങ്ങിനകത്ത് എക്സിക്യൂഷനിലാണ് കാര്യം, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയണം, അതിലാണ് കാര്യം. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ട്രേഡിംഗ് ജേണൽ. നിങ്ങൾ ആരും എഴുതാത്തൊരു കാര്യമാണ് ട്രേഡിംഗ് ജേണൽ. ട്രേഡിംഗ് ജേണൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണ്? ഉള്ള കാലം മുഴുവനും നിങ്ങളുടെ സ്ട്രാറ്റജി നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ അതിപ്പോഴേ എടുത്ത് ദൂരെ കളഞ്ഞേക്കുക. കാരണം മാർക്കറ്റ് എന്ന് പറയുന്നത് ഇവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ സ്ട്രാറ്റജിയിൽ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റും, അല്ലെങ്കിൽ നമുക്ക് അനുകൂലമല്ലാത്ത മാർക്കറ്റ് വരുന്ന സമയങ്ങളിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനായിട്ടൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡിംഗ് ജേണൽ ഉണ്ടായിരിക്കണം. എന്താണ് സംഭവിക്കുന്നത്? കണ്ടിന്യൂസ്ലി സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നു, എന്താണ് അതിന് പിന്നിലുള്ള കാരണം, ഇതെല്ലാം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ വരുത്തുന്ന മിസ്റ്റേക്ക് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ട്രേഡിംഗ് ജേണൽ എഴുതിയിരിക്കണം. അപ്പോൾ ഈ ട്രേഡിംഗ് ജേണലിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ബുക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ തന്നെ സ്വന്തം ട്രേഡിംഗ് ജേണലാണ്. കാരണം നിങ്ങൾ വരുത്തുന്ന മിസ്റ്റേക്ക് നിങ്ങളുടെ തന്നെ സ്വന്തം ട്രേഡിംഗ് ജേണലിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ട്രേഡിംഗ് ജേണൽ എഴുതുന്നതിലൂടെ ആ മിസ്റ്റേക്ക് തിരുത്തി മുന്നോട്ടൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകാനായിട്ട് സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ട്രേഡിംഗ് ജേണൽ നിങ്ങൾ കീപ്പ് ചെയ്യണം എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് തന്നെ ട്രേഡിംഗ് ജേണൽ ഡെയിലി എഴുതി പോവുക. ഓരോ ട്രേഡ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും കൃത്യമായിട്ടുള്ള ട്രേഡിംഗ് ജേണൽ എഴുതി തന്നെ പോവുക. ഇതിനകത്ത് ആരും ചെയ്യാത്ത മറ്റൊരു കാര്യം, വെറുതെ എഴുതി പോയിട്ട് കാര്യമില്ല. ഈ എഴുതി പോകുന്ന കാര്യങ്ങൾ ഓരോ ആഴ്ചയും ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. എന്താണ് പറ്റിയത്? എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ ആഴ്ച? പ്രോഫിറ്റ് കിട്ടാൻ കാരണം എന്താണ്? നഷ്ടം വന്നപ്പോൾ അതിൻ്റെ റീസൺ എന്താണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണ്ടിന്യൂസ്ലി നമ്മൾ ഓരോ ആഴ്ചയും അനലൈസ് ചെയ്യുക. നമ്മുടെ ട്രേഡിംഗ് ജേണൽ എടുത്തു വയ്ക്കുക, ഫ്രണ്ടിൽ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പോവുക. നോട്ടിൽ എഴുതി പോകുന്നതാണ് എപ്പോഴും നല്ലത്. ട്രേഡിംഗ് ജേണൽ നോട്ടിൽ എഴുതി പോകുന്നതാണ്, ഒരു ഡയറി എഴുതി പോകുന്ന രീതിയിൽ നോട്ടിൽ തന്നെ എഴുതി പോവുക. അതുകൂടാതെ ക്വാർട്ടർലി 3 മാസത്തിലൊരിക്കലും, അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ വീണ്ടും, ഇതാ വീക്കിലി റിവ്യൂ ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓരോ ആഴ്ചയും ആ ആഴ്ച നടന്ന കാര്യങ്ങളൊന്ന് റിവ്യൂ ചെയ്ത് നോക്കുക ട്രേഡിംഗ് ജേണലിൽ. ഒരു മാസം കംപ്ലീറ്റ് ആകുമ്പോൾ ആ മാസം മുഴുവനും നടന്ന കാര്യങ്ങൾ അനലൈസ് ചെയ്ത് നോക്കുക. ഓരോ 3 മാസം കൂടുമ്പോൾ ഓവറോൾ അനലൈസ് ചെയ്ത് നോക്കുക. എന്തൊക്കെ മാറ്റങ്ങളാണ് മാർക്കറ്റിൽ വരുന്നത്, എന്തൊക്കെയാണ് സിറ്റുവേഷനാണ് ഉണ്ടാകുന്നത്, ഇത് കൃത്യമായിട്ട് നമ്മുടെ ട്രേഡിംഗ് ജേണലിൽ എഴുതി പോവുക. കുറച്ച് എഫേർട്ട് ഉണ്ട് ട്രേഡിങ്ങിനകത്ത്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നതിലൂടെ എന്താണ് മാർക്കറ്റിൽ നടക്കുന്നതെന്നും, നഷ്ടം വരാനായിട്ട് കാരണം എന്താണ്, പ്രോഫിറ്റ് കിട്ടാനായിട്ട് കാരണം എന്താണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമുക്കറിയാമായിരിക്കും. മറ്റേ മായാലോകത്ത് നിന്ന് നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ കൃത്യമായിട്ട് ട്രേഡിംഗ് ജേണൽ കീപ്പ് ചെയ്യുന്നതിലൂടെ റെക്കോർഡ്സാണത്. കൃത്യമായിട്ട് മാർക്കറ്റിൽ എന്ത് നടക്കുന്നു, നമ്മുടെ ട്രേഡിംഗ് സ്ട്രാറ്റജി എങ്ങനെ പെർഫോം ചെയ്യുന്നു, അതിൻ്റെ ഡീറ്റെയിൽഡ് റിപ്പോർട്ടാണ് നമ്മുടെ ട്രേഡിംഗ് ജേണൽ. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. വളരെ സീരിയസ് ആയിട്ട് എടുത്തുകൊണ്ട് തന്നെ, വളരെ സീരിയസ് ആയിട്ട് തന്നെ ട്രേഡിംഗ് ജേണൽ എഴുതുക. ജസ്റ്റ് കളിക്കുക, ഇവിടെ എഴുതി, ഞാൻ ബൈ ചെയ്തു, ഇവിടെ സെല്ല് ചെയ്തു, ഈ രീതിയിൽ എഴുതി പോയിട്ട് കാര്യമില്ല. വളരെ സീരിയസ് ആയിട്ട്, ജെന്യൂനായിട്ട്, കൃത്യമായിട്ട് നമുക്ക് യൂസ്ഫുൾ ആകുന്ന രീതിയിൽ, അതായത് നെക്സ്റ്റ് ട്രേഡിൽ ഇപ്പോൾ വരുത്തിയതിൽ എന്ത് മാറ്റം കൊണ്ടുവരാം, അതായത് മിസ്റ്റേക്ക് എന്തെങ്കിലും വരുത്തിയിട്ടുണ്ടെങ്കിൽ, ജസ്റ്റ് എക്സാമ്പിൾ 1%-ന് പകരം 2% റിസ്ക് എടുത്ത് വെച്ചു,
കാരണം വേറൊന്നുമല്ല, ആ സമയത്ത് എനിക്ക് തോന്നി അത് നല്ല പ്രോഫിറ്റ് അല്ലെങ്കിൽ ഹൈ പ്രോബബിലിറ്റി ട്രേഡാണ്, അത്യാവശ്യം നല്ല പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് കരുതി ഞാനൊരു 5% റിസ്കിൽ ആ ട്രേഡ് അങ്ങ് എടുത്തു എന്ന് കരുതുക. പക്ഷേ അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് 5% എനിക്ക് നഷ്ടം വന്നു. അപ്പോൾ അത് അങ്ങനെ ഞാൻ ചെയ്യേണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതായത് മര്യാദയ്ക്ക് എന്തായിരുന്നു നമ്മുടെ സിസ്റ്റം, 1% ആയിരുന്നു സിസ്റ്റം. ഞാൻ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ട്രേഡ് എടുത്തത്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വലിയ നഷ്ടം വന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നോട്ടിൽ എഴുതി പോവുക. ഇനി നല്ല ട്രേഡ് എന്താണ്, മോശം ട്രേഡ് എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഒരു നല്ല ട്രേഡ്, നിങ്ങളൊരു സിസ്റ്റം ബിൽഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈസി ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരിക്കണം. ആ സിസ്റ്റം കൃത്യമായിട്ട് ഫോളോ ചെയ്ത്, ആ ഒരു സിസ്റ്റം കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്തു, നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് നഷ്ടം വന്നാലും അത് നല്ലൊരു ട്രേഡാണ്, ലാഭം കിട്ടിയാലും അത് നല്ലൊരു ട്രേഡാണ്. സിസ്റ്റം, നമ്മുടെ റൂൾസ് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ലാഭം കിട്ടിയാലും അതുപോലെ തന്നെ നഷ്ടം വന്നാലും അത് നല്ലൊരു ട്രേഡാണ്. പക്ഷേ നിങ്ങളുടെ റൂൾസ് എല്ലാം കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടം വന്നാലും വലിയ ലാഭം കിട്ടിയാലും അത് മോശം ട്രേഡാണ്. അപ്പോൾ നിങ്ങളുടെ റൂൾസ് കൃത്യമായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് ലാഭം കിട്ടിയാലും നഷ്ടം വന്നാലും അത് നല്ലൊരു ട്രേഡാണ്. റൂൾസ് ബ്രേക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലാഭം കിട്ടിയാലും നഷ്ടം വന്നാലും അത് വളരെയധികം മോശമായിട്ടുള്ള ഒരു ട്രേഡാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങളെ റൂൾസ് ബ്രേക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ ലാഭം കിട്ടിയിട്ടുണ്ടാവാം, പക്ഷേ അടുത്തൊരൊറ്റ ട്രേഡിൽ ഇത് കംപ്ലീറ്റ്ലി വൈപ്പ് ഔട്ട് ആകും. അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അത് റിപ്പീറ്റ് ചെയ്യാൻ കഴിയില്ല. എങ്ങനെയോ കിട്ടിയ പ്രോഫിറ്റാണ്. നമുക്ക് എന്താ വേണ്ടത്, റിപ്പീറ്റ് ചെയ്യാനായിട്ട് കഴിയണം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റൂള് ബ്രേക്ക് ചെയ്ത് ലക്ഷക്കണക്കിന് രൂപ ലാഭം ഉണ്ടാക്കിയാലും അത് മോശമായിട്ടുള്ള ഒരു ട്രേഡാണ്. നമ്മൾ ആ ഒരൊറ്റ ട്രേഡിന് വേണ്ടിയിട്ടല്ല ഈ ഒരു പ്രൊഫഷനിലേക്ക് വന്നിട്ടുള്ളത്. ലൈഫ് ലോങ് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത്ര അധികം സീരിയസോട് കൂടി മാത്രമേ ട്രേഡിങ്ങിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് പാടുള്ളൂ. അടുത്തത് ഡിസിപ്ലിൻ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ സിസ്റ്റം ബിൽഡ് ചെയ്തു, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്തു, അല്ലെങ്കിൽ കൃത്യമായി നോട്ടിലൊരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം, റിസ്ക് മാനേജ്മെൻ്റ് ഉണ്ട്, പ്രോപ്പറായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തു, നോട്ടിൽ നിങ്ങൾ എഴുതി റെഡിയാക്കി. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു, ജസ്റ്റ് തിയറട്ടിക്കൽ നോളജോ നോട്ടിൽ നിങ്ങൾ എഴുതി വെച്ചത് കൊണ്ടോ നിങ്ങൾ പ്രോഫിറ്റബിൾ ആകില്ല. മാർക്കറ്റിൽ നിങ്ങൾക്കത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കണം. മാർക്കറ്റിൽ നിങ്ങൾക്കത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് കഴിയണം. റാൻഡമായിട്ടല്ല, അതായത് ബൈയും സെല്ലും എങ്ങനെയെങ്കിലും ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുക എന്നതല്ല. ഡിസിപ്ലിനോട് കൂടി മാർക്കറ്റിൽ നിങ്ങൾക്ക് ഈ സിസ്റ്റം എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകാനായിട്ട് കഴിയുന്നതാണ്. വീണ്ടും പറയുന്നു, ഡിസിപ്ലിനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സിസ്റ്റം മാർക്കറ്റിൽ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകാനായിട്ട് സാധിക്കും. അപ്പോൾ ഡിസിപ്ലിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 25 ട്രേഡ്, പ്രോപ്പർ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുക. അങ്ങനെ 25 ട്രേഡ് നിങ്ങൾ എടുക്കുക, 25 ട്രേഡ്സ് എടുക്കുക. ഒരു റൂള് പോലും ബ്രേക്ക് ചെയ്യരുത്, ഒരൊറ്റ റൂള് പോലും ബ്രേക്ക് ചെയ്യാതെ 25 ട്രേഡ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് വേണ്ടിയിട്ടാണ് ഈ ഒരു 25 ട്രേഡ്സ് എടുക്കുന്നത്? ഈ സിസ്റ്റം എല്ലാം ഫോളോ ചെയ്ത് കൃത്യമായിട്ട് പ്രോഫിറ്റോ ലോസോ ഒന്നും നോക്കരുത്, കണ്ണും പൂട്ടി റുത്ത്ലെസ് ആയിക്കൊണ്ട് തന്നെ കൃത്യമായിട്ട് 25 ട്രേഡ് കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആകാൻ കഴിയും. അതിലൂടെ നിങ്ങളുടെ ഡിസിപ്ലിൻ ബിൽഡാകും. അതിലൂടെ നിങ്ങളുടെ സ്ട്രാറ്റജിക്ക് മേളിൽ നിങ്ങൾക്ക് ആ ഒരു ട്രസ്റ്റ് വരും, കോൺഫിഡൻസ് വരും. അതിനു വേണ്ടിയിട്ടാണ് ഈ 25 ട്രേഡ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കുക. നമ്മളൊരു സിസ്റ്റം ബിൽഡ് ചെയ്തു, വളരെ ഡിസിപ്ലിനായിട്ട് ആ സിസ്റ്റം മാർക്കറ്റിൽ എക്സിക്യൂട്ട് ചെയ്യുക. 25 ട്രേഡ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കും. ഇതുവരെ നിങ്ങൾ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന രീതിയിൽ നിന്ന് നിങ്ങൾ എത്രത്തോളം മുന്നിലേക്ക് വന്നുവെന്ന് ഈ 25 ട്രേഡ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 100% ഷുവറാണിത്. പ്രോഫിറ്റോ ലോസോ അതെല്ലാം മൈൻഡിൽ നിന്ന് വിട്ടേക്കുക. ഒരു സിസ്റ്റം നിങ്ങൾ ബിൽഡ് ചെയ്തു, കൃത്യമായിട്ട് ആ സിസ്റ്റം ഫോളോ ചെയ്യുക. 25 ട്രേഡ്സ്, അതായത് നിങ്ങളൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകുന്നതിൽ നിന്നും വെറും 25 ട്രേഡ് മാത്രമാണ് അകലെ. ഇതാണ് റിയാലിറ്റി. അതാണ് ഞാൻ പറഞ്ഞത്, പ്രോഫിറ്റോ ലോസോ ഒന്നും ചിന്തിക്കരുത്. റൂൾസ് കൃത്യമായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് 25 ട്രേഡ് കംപ്ലീറ്റ് ചെയ്യുക. അതിലൂടെ നമ്മുടെ ഡിസിപ്ലിൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് ഡിസിപ്ലിൻ. ട്രേഡിങ്ങിനകത്ത് പ്രോഫിറ്റബിൾ ആകണോ, ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. അത് ബിൽഡാകും. സ്ട്രാറ്റജി മാത്രം പോരാ എന്ന് മനസ്സിലായില്ലേ? റിസ്ക് മാനേജ്മെൻറ്റ് മാത്രം പോരാ എന്ന് മനസ്സിലായില്ലേ?
ഡിസിപ്ലിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ബിൽഡാകും. കൂടാതെ നമ്മുടെ ഈ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ നിങ്ങൾ ആ ബിൽഡ് ചെയ്ത സ്ട്രാറ്റജി, ആ സ്ട്രാറ്റജിക്ക് മുകളിൽ നിങ്ങൾക്കൊരു വിശ്വാസം വരും. ഇത് പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഒരു കോൺഫിഡൻസ് വരും. ആ വിശ്വാസത്തിനും ആ ഒരു കോൺഫിഡൻസിനും ഡിസിപ്ലിനും ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 25 ട്രേഡ് നമ്മളെടുത്ത് കംപ്ലീറ്റ് ചെയ്യുന്നത്. അത് പ്രോഫിറ്റ് ആയിക്കോട്ടെ ലോസ് ആയിക്കോട്ടെ ഒന്നും നോക്കരുത്. റൂൾസ് കൃത്യമായിട്ട് ഫോളോ ചെയ്തിരിക്കണം. പ്രോഫിറ്റ് ലോസ് എല്ലാം മൈൻഡിൽ നിന്ന് വിട്ടിട്ട് ഡിസിപ്ലിൻ ഡിസിപ്ലിൻ ഡിസിപ്ലിൻ, അതിൽ നിങ്ങൾക്കൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകാം. ലാഭവും നഷ്ടവും നോക്കി നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ, എല്ലാവരും ചെയ്യുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് ടെക്നിക്കൽ അനാലിസിസ് യൂസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ട്രേഡ് എടുക്കുന്നതെന്ന് കരുതുക. പക്ഷെ പലരും ട്രേഡ് എക്സിറ്റ് ആകുന്നത് ഒരിക്കലും ടെക്നിക്കൽ അനാലിസിസിലൂടെ അല്ല. നേരെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ചെക്ക് ചെയ്യും. അയ്യോ ലാഭത്തെ കയറി പോകും, തിരിച്ച് താഴേക്ക് ഇറങ്ങി വന്നാലോ, അല്ലെങ്കിൽ നഷ്ടം ഇനി വലിയൊരു നഷ്ടം വന്നാലോ, അങ്ങനെ ഇങ്ങനെയൊക്കെ കണ്ടുകൊണ്ട് ആ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ P&L ഫ്ലക്ച്വേഷൻ കണ്ടുകൊണ്ട്, ആ ഫ്ലോട്ടിംഗ് P&L കണ്ടുകൊണ്ടാണ് പലരും ട്രേഡ് എക്സിറ്റ് ആകുന്നത്. അപ്പോൾ അതൊരു ഡിസിപ്ലിൻ ആയിട്ടുള്ള ട്രേഡറുടെ ലക്ഷണമല്ല. അത് ഇമോഷണൽ ഡിസിഷനാണ്. ട്രേഡിംഗ് ഒരിക്കലും ഇമോഷണലി വർക്കൗട്ട് ആകത്തില്ല. ട്രേഡിംഗ് ലോജിക്കലിയാണ് വർക്കൗട്ട് ആകുന്നത്. സോ ഇമോഷണൽ ഡിസിഷൻ ആയതുകൊണ്ട് തന്നെ അയാൾക്കൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്ന് മനസ്സിലാക്കുക. നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് യൂസ് ചെയ്തുകൊണ്ട് ആണ് ആ ഒരു ട്രേഡ് എടുത്തതെങ്കിൽ എക്സിറ്റ് ആകുന്നത് ടെക്നിക്കൽ അനാലിസിസിലൂടെ മാത്രമായിരിക്കണം. അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നിങ്ങളുടെ നോട്ടിലും വേണമെങ്കിൽ എഴുതി വയ്ക്കാം. ഒന്നും കൂടെ നമുക്ക് ഈ ഒരു 8 കാര്യങ്ങൾ ഒന്ന് റിവേഴ്സ് ചെയ്യാം. ആദ്യം വരുന്നത്, ഏതെങ്കിലും ഒരു ഫൈനാൻഷ്യൽ മാർക്കറ്റ് നമ്മൾ ചൂസ് ചെയ്തിരിക്കണം. സ്റ്റോക്ക് ആയിക്കോട്ടെ, ഫോറക്സ് ആയിക്കോട്ടെ, ഏത് മാർക്കറ്റ് ആയിക്കോട്ടെ, കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ട്രേഡ് ചെയ്യുക. ഇതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം. രണ്ടാമത്, ഏതെങ്കിലും ഒരൊറ്റ ട്രേഡിംഗ് സ്റ്റൈൽ മാത്രം ചൂസ് ചെയ്യുക. ഏത് ട്രേഡിംഗ് സ്റ്റൈൽ ചൂസ് ചെയ്യണമെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എല്ലാം കൂടെ ചെയ്യാനായിട്ട് നിൽക്കരുത്, വർക്കൗട്ട് ആകത്തില്ല. നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള, ഞാൻ പറഞ്ഞതനുസരിച്ചിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ട്രേഡിംഗ് സ്റ്റൈൽ നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാവുന്നതാണ്. അതിന് എഗെയിൻസ്റ്റാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അത് നിങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ആ ഒരു ട്രേഡിംഗ് സ്റ്റൈൽ ചൂസ് ചെയ്യാവുന്നതാണ്. മൂന്നാമത്, വാച്ച് ലിസ്റ്റ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഇൻട്രാഡേയോ സ്കാൽപ്പിങ്ങോ ആണെങ്കിൽ ഒറ്റ ഇൻസ്ട്രുമെൻറ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. സ്വിംഗ് ആണെങ്കിൽ 5 ഇൻസ്ട്രുമെൻറ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അറ്റ് എ ടൈം 3 ഓപ്പൺ പൊസിഷൻ മാത്രമേ സ്വിംഗ് ട്രേഡിങ്ങിൽ ഇവിടെ പാടുള്ളൂ. ട്രേഡിംഗ് സിസ്റ്റം ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഓവർ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റത്തിൻ്റെ യാതൊരു ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ട്രേഡിംഗ് സിസ്റ്റം ഫോളോ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകാനായിട്ട് സാധിക്കും. ആ സിസ്റ്റം ഈസി ആയിട്ട് മാർക്കറ്റിൽ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയണം, റിപ്പീറ്റ് ചെയ്യാൻ കഴിയണം. കണ്ടിന്യൂസ്ലി റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് മാർക്കറ്റിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിച്ചാൽ മാത്രമേ ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകാനായിട്ട് കഴിയുള്ളൂ. നെക്സ്റ്റ് വൺ, റിസ്ക് മാനേജ്മെൻ്റ് ആണ്. നമ്മുടെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ ഞാൻ ഓൾറെഡി പറഞ്ഞു 1% റിസ്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. അല്ലാതെ ക്യാപിറ്റലിൻ്റെ 50-60% റിസ്ക് വയ്ക്കരുത്. 1%. സ്വിംഗ് ആയിക്കോട്ടെ, ഇൻട്രാഡേ ആയിക്കോട്ടെ, നിങ്ങൾ ഏത് ട്രേഡിംഗ് സ്റ്റൈലോ ചൂസ് ചെയ്തോ 1% റിസ്ക് വെച്ച് ധൈര്യമായിട്ട് ട്രേഡ് ചെയ്ത് തുടങ്ങിക്കോ. അത്യാവശ്യം നല്ല പ്രോഫിറ്റബിളി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടുന്നുണ്ട്. സോ അതുകൊണ്ട് പതിയെ റിസ്ക് പെർസെൻറ്റേജ് കൂട്ടാവുന്നതാണ്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നൊരു പോർഷനാണ്, നമ്മുടെ ട്രേഡിംഗ് സൈക്കോളജി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഒരു ദിവസം ഒരൊറ്റ ട്രേഡ് മാത്രം എടുത്ത് മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് റൂൾ. എന്താണ് ഈ ഒരു സ്റ്റോപ്പ് റൂൾ? 3 ദിവസം അടുപ്പിച്ച് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് എടുക്കുക. 3 ദിവസം അടുപ്പിച്ച് ടേക്ക് പ്രോഫിറ്റ് ഹിറ്റ് ചെയ്താലും ബ്രേക്ക് എടുക്കുക. അത് ഇൻട്രാഡേ ട്രേഡിംഗ് ആയിക്കോട്ടെ, സ്വിംഗ് ട്രേഡിംഗ് ആയിക്കോട്ടെ. ഇൻട്രാഡേ ട്രേഡിങ്ങിലാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഒരൊറ്റ ട്രേഡ് മാത്രം എടുത്ത് മുന്നോട്ട് പോകുക. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഒരുപാട് പ്രശ്നങ്ങളെ ഇവിടെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. ട്രേഡിംഗ് ജേണൽ, കൃത്യമായിട്ടുള്ള ട്രേഡിംഗ് ജേണൽ എഴുതുക. ഓരോ ട്രേഡിംഗ് നോട്ട്ബുക്കിൽ മാർക്ക് ചെയ്ത് കൃത്യമായിട്ടുള്ള രീതിയിൽ എഴുതി പോവുക. എങ്ങനെ എഴുതി പോകണമെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആഴ്ചയിൽ അത് റിവ്യൂ ചെയ്യുക, മാസത്തിൽ അത് റിവ്യൂ ചെയ്യുക, ക്വാർട്ടർലി അത് റിവ്യൂ ചെയ്യുക. അതിലൂടെ നിങ്ങൾ വരുത്തുന്ന മിസ്റ്റേക്കും മാർക്കറ്റിൻ്റെ ചേഞ്ചസും നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിൽ അടുത്ത ദിവസം മുതൽ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്ത ഡിസിപ്ലിൻ. 25 ട്രേഡ്
ഒരു സിസ്റ്റം ബിൽഡ് ചെയ്ത് പ്രോപ്പർ ട്രേഡിംഗ് സിസ്റ്റം ബിൽഡ് ചെയ്യുക. അതിനുശേഷം 25 ട്രേഡ്സ്, പ്രോഫിറ്റോ ലോസോ ഒന്നും നോക്കരുത്. 25 ട്രേഡ്, മറ്റൊന്നിനെയും പറ്റി ചിന്തിക്കേണ്ട, ലാഭവും നഷ്ടവും ഒന്നിനെയും പറ്റി ചിന്തിക്കേണ്ട. ആ സിസ്റ്റം 25 ദിവസം നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുക. ആ ഒരു മാറ്റം നിങ്ങൾക്ക് ആ ഒരു പോയിന്റിൽ എന്താണ് ട്രേഡിംഗ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ആ ഒരു പോയിന്റിൽ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊരു ചിന്തയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതാണ്. റാൻഡമായിട്ട് ബൈയും സെല്ലും ഇതെല്ലാം വിട്ടേക്ക്. ഒരൊറ്റ സിസ്റ്റം, സിമ്പിൾ സിസ്റ്റം, അത് ഫോളോ ചെയ്യുക. 25 ഡേയ്സ് ഫോളോ ചെയ്യുക. അതിലൂടെ നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ആ ഒരു സ്ട്രാറ്റജിയോടുള്ള വിശ്വാസവും നിങ്ങളുടെ കോൺഫിഡൻസും ബൂസ്റ്റ് ആകുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെറും 25 ട്രേഡ് ദൂരം മാത്രം അകലെയാണ് നിങ്ങളൊരു പ്രോഫിറ്റബിൾ ട്രേഡറിൽ നിന്നും. അധിക ദൂരമില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കൃത്യമായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്ത് ഒരു പ്രോപ്പർ സിസ്റ്റം, നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പ്രോപ്പർ സിസ്റ്റം ബിൽഡ് ചെയ്യുക. മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഈ 25 ട്രേഡ് മറക്കണ്ട. കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകാനായിട്ട് കഴിയും. ഇത് ഉറപ്പാണ്. അപ്പോൾ ഇതുപോലെ ഇനിയും ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനലും സബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫോളോ ചെയ്ത് വയ്ക്കുക. ഒരുപാട് കാര്യങ്ങൾ, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ ഇനിയും ഷെയർ ചെയ്യുന്നുണ്ട്. താങ്ക്